ഒരു പുതുവർഷത്തിൻ്റെ മുന്നിലാണ് നമ്മളുള്ളത്. ഓരോ പുതുവർഷങ്ങൾ കടന്നു വരുമ്പോഴും ഓരോ കലണ്ടറിൻ്റെ പേജുകൾ മറിയുമ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരേണ്ട ചിന്ത, നമ്മുടെ ആയുസ്സിൽ നിന്ന് ഒരു വർഷം കൂടി കൊഴിഞ്ഞുപോയി എന്നും നമ്മുടെ മരണത്തിലേക്ക് ഒരു വർഷം നമ്മൾ അടുത്തു കഴിഞ്ഞു എന്നും നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. അതുകൊണ്ട് ഏത് നിമിഷവും സന്തോഷത്തോടുകൂടി മരണത്തെ സ്വീകരിക്കാൻ ഒരുങ്ങി നമ്മൾ നടക്കേണ്ടതുണ്ട്. നമ്മൾ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് വച്ച് അല്ലെങ്കിൽ നമുക്ക് സന്തോഷം പകരുന്ന സ്ഥലത്ത് വച്ച് മരിക്കണമെന്നില്ല. അത്തരം സ്ഥലങ്ങളിൽ നമ്മൾ ഉണ്ടാകുക എന്നതാണ് അതിന് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം. അതുകൊണ്ട് ഒരു ആത്മവിചാരണ ഏത് സമയത്ത് നമുക്ക് അനിവാര്യമാണ് എന്ന തിരിച്ചറിവ് ആദ്യമുണ്ടാകണം. ഇസ്ലാമിലെ കലണ്ടറിന് നമ്മൾ ഹിജരി കലണ്ടർ എന്നാണ് പറയുക. മഹാനായ രണ്ടാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലാണ് ഒരു കലണ്ടർ സംവിധാനം നിലവിൽ വരുന്നത്. അപ്പോൾ ഏത് കാര്യമായിരിക്കണം മാനദണ്ഡമായി വയ്ക്കേണ്ടത് കലണ്ടർ തുടങ്ങാൻ? പല അഭിപ്രായങ്ങളും വന്നപ്പോഴും കുറേ ആളുകൾ അഭിപ്രായപ്പെട്ടു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം മുതൽക്ക് നമുക്ക് തുടങ്ങാം. മറ്റു ചിലർ ആവശ്യപ്പെട്ടു, നബിയുടെ മരണം മുതൽ നമുക്ക് തുടങ്ങാം. ആ രണ്ട് അഭിപ്രായങ്ങളും സ്വീകരിക്കപ്പെട്ടില്ല. അതിൽ ഒരു ദൈവികമായ ഇടപെടൽ ഉള്ളതുകൊണ്ടായിരിക്കണം. കാരണം ഒരാളുടെ ജനനത്തിനും മരണത്തിനും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യമൊന്നുമില്ല. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജറ മുതൽക്ക് നമുക്ക് തുടങ്ങാം എന്ന തീരുമാനം വരികയും ഉമർ റളിയല്ലാഹു അൻഹു ആ തീരുമാനം അംഗീകരിക്കുകയും അങ്ങനെയാണ് ഹിജറ കലണ്ടർ എന്ന സംവിധാനം കടന്നു വരുന്നത്. ഹിജറ എന്ന് പറയുമ്പോൾ ഇസ്ലാമിക ചരിത്രത്തിലെ തുല്യതയില്ലാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ ത്യാഗപൂർണമായ ഒരു യാത്രയാണ്. നമ്മൾ ഹിജറ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് അതൊരു ഒളിച്ചോട്ടത്തിൻ്റെ പേരല്ല ഹിജറ എന്നുള്ളത്. അല്ലെങ്കിൽ ഏൽപ്പിക്കപ്പെട്ട വ്യക്തിപരമായി കുടുംബപരമായി സാമൂഹികമായുമുള്ള നമ്മുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞ് രക്ഷപ്പെട്ടുകൊണ്ട് മറ്റെവിടെയെങ്കിലും പോയി ജീവിക്കുന്നതിന് പറയുന്നതല്ല ഹിജറ എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജറ എന്ന് പറഞ്ഞാൽ തൻ്റെ ആദർശവും ദീനുമായി ജീവിക്കാൻ ഒരു നിലക്കും കഴിയാതെ വന്നപ്പോൾ മറ്റൊരു നാട്ടിലേക്ക് മാറി താമസിക്കാൻ അള്ളാഹു അനുവാദം കൊടുത്തതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജറ. അതുകൊണ്ട് എന്തെങ്കിലും പേരിൽ ഇസ്ലാമികപരമായി നമ്മൾ ഒളിച്ചോടുന്നത്, സമൂഹത്തിൽ നിന്ന് ഒളിച്ചോടുന്നത്, അത് ഹിജറ എന്ന പേര് നൽകി നമുക്ക് പറയാൻ കഴിയുകയില്ല എന്ന തിരിച്ചറിവുണ്ടായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജറയുടെ ഒരു വലിയ പ്രത്യേകത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നേരത്തെ തന്നെ ഒരു ധാരണ ഉണ്ടായിരുന്നു. താൻ ജനിച്ചു വളർന്ന ഈ നാട്ടിൽ നിന്ന് പുറത്തു പോകേണ്ടി വരുമെന്ന് നബിക്ക് അറിയാമായിരുന്നു. ചരിത്രത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിറാ ഗുഹയിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ട് ഭയപ്പെട്ട് പേടിച്ച് പനി പിടിച്ച് ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വരുന്നുണ്ട്. അങ്ങനെ നബിയുടെ ഭയമെല്ലാം മാറിയപ്പോൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അവരുടെ എളാപ്പയായ വറക്കത്ത് ഇബ്നു നൗഫലിൻ്റെ അടുത്ത് കൊണ്ടുപോവുകയാണ്. ആ നടന്ന സംഭവങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ എളാപ്പയായ വറക്കത്ത് ഇബ്നു നൗഫലിനോട് പറഞ്ഞു. അദ്ദേഹം ഒരു പണ്ഡിതനാണ്. അപ്പോൾ കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം പറഞ്ഞു, മുഹമ്മദ്, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. താങ്കളുടെ അടുക്കൽ വന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ അടുക്കൽ വന്ന നാമൂസ് ജിബ്രീൽ എന്ന മലക്കാണ്.
താങ്കൾ പ്രവാചകനാകാൻ പോകുന്നു എന്നതാണ് അതിൻ്റെ സൂചന എന്ന് പറഞ്ഞു. അങ്ങനെ അവസാന വറക്കത്ത് ബിൻ നൗഫൽ നബിയെ പറഞ്ഞയക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞു, നിന്റെ ജനത നിന്നെ പുറത്താക്കുമ്പോൾ ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ ആത്മാർത്ഥമായി സഹായിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ച് വറക്കത്ത് ബിൻ നൗഫലിനോട് ചോദിക്കുകയാണ്, അവ മുഖ്രിജിയഹും, എന്ത് ഈ മക്കക്കാർ എന്നെ പുറത്താക്കുമെന്നോ? നബിക്ക് ഒരിക്കലും അത് സങ്കല്പിക്കാൻ കഴിഞ്ഞില്ല. വറക്കത്ത് ബിൻ നൗഫൽ പറഞ്ഞു, നിന്റെ ജനത ഈ നാട്ടുകാർ നിന്നെ പുറത്താക്കുമ്പോൾ ഞാനുണ്ടെങ്കിൽ നിന്നെ സഹായിക്കാം. അപ്പോഴാണ് നബിയുടെ സംശയം, ഇത്രയധികം എന്നെ സ്നേഹിച്ച, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു പേരുണ്ടായിരുന്നു, അൽ അമീൻ എന്ന പേര്. അത് നബിയുടെ മാതാപിതാക്കൾ നബിക്ക് സമ്മാനിച്ച പേരല്ലല്ലോ, പിന്നെ എങ്ങനെ കിട്ടി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ മഹിമകൾ തിരിച്ചറിഞ്ഞ നാട്ടുകാർ കൊടുത്ത പേരാണ് അൽ അമീൻ എന്നുള്ളത്. നമ്മൾ തിരിച്ചറിയണം. എന്ന് പറഞ്ഞാൽ ആ മക്ക രാജ്യത്ത് പ്രവാചകനാകാൻ യോഗ്യൻ നബി തന്നെയാണ് എന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് അവരെ ഓമനിച്ച് വിളിച്ചത് അൽ അമീനെ എന്ന. അങ്ങനെ വിളിച്ച ഈ നാട്ടുകാർ എന്നെ പുറത്താക്കുമോ എന്ന നബിയുടെ സംശയത്തിന് വറക്കത്ത് ബിൻ നൗഫൽ പറഞ്ഞു, മുഹമ്മദേ, നീയല്ല, നിനക്ക് മുമ്പ് വന്ന എല്ലാ പ്രവാചകന്മാരെയും ഇല്ല ഊദിയ പുറത്താക്കാതിരുന്നിട്ടില്ല എന്ന്. അതുകൊണ്ട് ചരിത്രത്തിൽ കാണാം, ഓരോ പ്രവാചകന്മാരിൽ അധികം ആളുകളും ജനിച്ച നാട്ടിൽ, ജന്മനാട്ടിൽ അന്തി ഉറങ്ങാൻ ഭാഗ്യം കിട്ടാത്തവരാണ്, മറ്റൊരു നാട്ടിലാണ് അവർ മരണപ്പെട്ടതെന്ന്. അത് വറക്കത്ത് ബിൻ നൗഫൽ പറഞ്ഞപ്പോൾ നബിക്ക് മുൻകൂട്ടി ധാരണയുണ്ടായിരുന്നു, ഈ നാട്ടിൽ നിന്ന് താൻ പുറത്തു പോകേണ്ടി വരും, ഇവരെന്നെ പുറത്താക്കുമെന്ന്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കയോട് അതിയായ ഒരു സ്നേഹമുണ്ടായിരുന്നു. അത് മക്ക എന്ന രാജ്യത്തോടുള്ള സ്നേഹമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്തേക്ക് ഹിജ്റ പോകാൻ നേരത്ത് വളരെ വൈകാരികമായി പറഞ്ഞൊരു വർത്തമാനമുണ്ട്, ലൗലാ കൗമിക്ക് അഖ്റജൂനി മാ സക്കൻതു മിൻ ഗൈരിക്കി. മക്ക രാജ്യമേ, നിന്റെ ജനത എന്നെ പുറത്താക്കിയില്ലായിരുന്നുവെങ്കിൽ നീയല്ലാത്ത ഒരു നാട്ടിൽ ഞാൻ അഭയം തേടി പോകുമായിരുന്നില്ല എന്നാ. അപ്പോൾ നബിക്ക് മക്ക വിട്ടുപോകാൻ ഒരു താല്പര്യമുണ്ടായിരുന്നില്ല. അത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജന്മസിദ്ധ, മുസ്ലിമിനല്ല എല്ലാവർക്കും ജന്മസിദ്ധമായി സൃഷ്ടിപരമായ ഒരു വലിയ സ്നേഹപ്രകടനമാണ് സ്വന്തം രാജ്യത്തോടും ജന്മനാടിനോടുള്ള സ്നേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പ്രകടിപ്പിച്ചു എന്നാണ് ചരിത്രത്തിൽ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ അത്രയും നബിക്ക് വേദന ഉണ്ടായിരുന്നു മക്കയിൽ നിന്ന് പുറത്തു പോകാൻ എന്നതാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ മാത്രവുമല്ല, എങ്ങനെയാണ് ഹിജ്റ എന്ന യാത്ര ഒരു അപകടത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്നുപെടാതിരിക്കുക, എല്ലാ പഴുതുകളും അടച്ച നബി പോയത്. നിങ്ങൾ ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സുരക്ഷാ സംവിധാനത്തിൽ ജീവിക്കുന്ന ആളുകൾ, 2-3 വർഷം മുമ്പ് നമ്മൾ കണ്ട നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി പോയ ഒരു യാത്ര, പഞ്ചാബിലേക്ക് നടത്തിയ ഒരു യാത്ര വഴിക്ക് വെച്ച് തടസ്സപ്പെട്ടു. ഒരു പ്രധാനമന്ത്രി ഒരു രാജ്യത്ത് സന്ദർശനത്തിന് പോകുമ്പോൾ എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് അവിടെ മുന്നൊരുക്കുണ്ടാവും. പ്രധാനമന്ത്രി പോകുന്നതിന് ശേഷവും 2 ദിവസം സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരോടുണ്ടാവും. ആ യാത്ര പോലും തടസ്സപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനത്തേക്ക് ഹിജ്റ പോയ യാത്രയിൽ ഒരു സ്ഥലത്ത് പോലും നബിക്ക് പാളിച്ച പറ്റിയില്ല എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തുകൊണ്ട് പറ്റിയില്ല എന്ന ചോദ്യത്തിന് ഉത്തരം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വലിയ പാഠമാണ്. കൃത്യമായ പ്ലാനിങ് നടത്തിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്രയ്ക്ക് പോയത്. മുന്നൊരുക്കം ഒരു വലിയ പ്രധാനമാണ്. ഹിജ്റയുടെ മുന്നൊരുക്കം, പ്ലാനിങ് ഇങ്ങനെ എടുത്തു പരിശോധിച്ചാൽ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പ്ലാൻ ചെയ്തു. എന്താ ചെയ്തത്? നബിക്ക് മുൻകൂട്ടി ധാരണ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്ത് യസ്രിബിൽ നിന്ന് ഹജ്ജിന് വരുന്ന ആളുകളോട് പതുക്കെ എന്ത് ചെയ്തിരുന്നു? ഇസ്ലാമിനെക്കുറിച്ച് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിരുന്നു. അപ്പം നബിക്ക് ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് ആദ്യം ഉണ്ടാക്കിയെടുത്തു.
അപ്പോൾ കുറച്ച് ആളുകളൊക്കെ അവിടെ ഉണ്ടായി എന്ന് കണ്ടപ്പോൾ അവരിലേക്ക് പ്രബോധകനായി മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ നബി പറഞ്ഞയച്ചു. മിസ്അബ് റളിയല്ലാഹു അവിടെ ചെന്ന് ഒരു നല്ല രൂപത്തിലൊക്കെ എല്ലാം പാകപ്പെടുത്തി റെഡിയാക്കി. മൂന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത എന്താണെന്നറിയോ? നബിയെ എതിർക്കും തടയുമെന്ന് സാധ്യതയുള്ള ആളുകളെ നബിയുടെ ഒപ്പം നിർത്താൻ നബി ശ്രമിച്ചിരുന്നു. ആരെ നിർത്തിയിരുന്നു? അപ്പം നബിക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു, തൻ്റെ ഹിജറ യാത്രയിൽ തടയാൻ ആദ്യം വരുന്ന ഒരാൾ ഉമറായിരിക്കുമെന്ന് നബിക്ക് അറിയാമായിരുന്നു. അപ്പം അതിനു മുമ്പേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവേ ഈ രണ്ടുപേരിൽ ഒരാളെ കൊണ്ട് ഇസ്ലാമിന് ശക്തി പകരണമേ എന്ന് പ്രാർത്ഥിച്ച് അവരെ നബിയുടെ വശത്താക്കി ഉമർ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. പിന്നീട് നബി ചെയ്തത് എന്താണ്? പോകാൻ ഒരു സഹയാത്രികൻ ആവശ്യമാണ്. ഒരു യാത്രയുടെ ഏറ്റവും വലിയ ഘടകം ഒരു നല്ല വിശ്വസ്തനായ സഹയാത്രികനെ കിട്ടണം. അപ്പം നബിക്ക് മറ്റൊന്നും ആലോചിക്കേണ്ടതില്ല, തനിക്ക് പറ്റിയ ഏറ്റവും നല്ല സഹയാത്രികൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണെന്ന് മനസ്സിലാക്കി നബി കൂടി ആലോചിക്കുകയാണ്. നബിക്ക് താൻ നബിയാണ്, വഹി വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെയാണ് പോയാൽ മതി എന്നല്ല, അബൂബക്കർ സിദ്ദീഖുമായി കൂടി ആലോചിച്ചു നമ്മൾ എങ്ങനെ പോകണം, എന്തൊക്കെ പ്ലാൻ ചെയ്യണമൊക്കെ. അങ്ങനെ അബൂബക്കർ സിദ്ദീഖുമായി കൂടി ആലോചിച്ച് പ്ലാൻ ചെയ്തു. അങ്ങനെ തീരുമാനമെടുത്തു, നമുക്ക് രാത്രി പോകാം എന്നാണ്. പകല് പോകുന്നതിനേക്കാൾ കുറച്ചുകൂടി സുരക്ഷിതത്വം രാത്രിയാണ്, അതുകൊണ്ട് നമ്മുടെ യാത്ര രാത്രിയാക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് വളയുന്നത്. തൻ്റെ വീടിന് മുമ്പിൽ ശത്രുക്കൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ വിരിപ്പിൽ അലി ഇബ്നു അബി താലിബിനെ കിടത്തുകയാണ്. ആലോചിച്ച് നോക്കൂ, പുറത്തുനിന്ന് നോക്കുമ്പോൾ വിരിപ്പിൽ ഒരാളുള്ളിൽ കിടപ്പുണ്ട് എന്ന ധാരണ ഉണ്ടാകണം. അലി റളിയല്ലാഹു അൻഹുവിനെ കിടത്തി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോവുകയാണ്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു വഴികാട്ടിയായിട്ട് അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖിദ് എന്ന അമുസ്ലിമായ മനുഷ്യൻ, അയാൾക്കാണ് നല്ല ധാരണയുണ്ട് യസ്രിബിലേക്ക് പോകാൻ ഏറ്റവും എളുപ്പവഴി, ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ വഴിയെക്കുറിച്ച് നല്ല ധാരണയുള്ളൊരു വഴികാട്ടിയായിട്ട് ഈ അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖിദ് എന്ന അമുസ്ലിമായ മനുഷ്യനെ തിരഞ്ഞെടുത്തു എന്നർത്ഥം. അപ്പോൾ അങ്ങനത്തെ നമുക്കൊരു അമുസ്ലിങ്ങളെ സേവനപ്പെടുത്തുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല എന്നതിൻ്റെ കൂടി അടയാളമാണ് അത്, നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. ഈ അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖിദ്, നമുക്കറിയാം, നമ്മൾ മക്കത്തു നിന്ന് മദീനത്തേക്ക് പോകുമ്പോൾ നേരെയാണ് പോകുന്നത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എതിർ ദിശയിലാണ് പോയത്. എന്ന് പറഞ്ഞാൽ സൗർ ഗുഹ നമ്മൾ കാണാൻ പോകുന്നത് എതിർ ദിശയിലാണ് പോകുന്നത്. അപ്പോൾ ഒരിക്കലും ശത്രുക്കൾ വിചാരിക്കാത്ത രൂപത്തിൽ എതിർ ദിശയിലേക്ക് യാത്ര ചെയ്ത് ആ വഴിക്ക് അങ്ങനെ ഒരു ഗുഹയുണ്ടെന്ന് ഇദ്ദേഹം പറഞ്ഞു കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ റൂട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ ഹിറാ ഗുഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെല്ലുന്നു. തൻ്റെ കാൽപ്പാടുകൾ മാച്ചു കളയാൻ വേണ്ടി ഒരാളെ ചുമതലപ്പെടുത്തുന്നു. അങ്ങനെ എല്ലാ നിലയ്ക്ക് കൃത്യമായി പ്ലാൻ ചെയ്ത് മുന്നൊരുക്കങ്ങളൊക്കെ നടത്തിയിട്ടാണ് ആ യാത്ര പോകുന്നത്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കും, ഇതാരാ പോകുന്നതെന്നറിയുമോ? അതിന് ഏതാനും നാളുകൾക്ക് മുമ്പാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് 7-ാം ആകാശത്തിലേക്ക് അല്ലാഹ് കൊണ്ടുപോയത്. 7-ാം ആകാശത്തിലേക്ക് അല്ലാഹ് ഡയറക്റ്റ് കൊണ്ടുപോയതാണ്. ആ നബിയെ അള്ളാഹു മക്കയിൽ നിന്ന് മദീനത്തേക്ക് ഇത്ര ദുർഘടമായ വഴിയിലൂടെ പോകാനാണ് ആവശ്യപ്പെടുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹ്ക്ക് ഒരു ഏതാനും സെക്കൻഡുകൾ വേണ്ട നേരെ മക്കയിൽ നിന്ന് നേരെ മദീനത്തേക്ക് പോകാൻ. അപ്പോൾ ഏതാനും നാളുകൾക്ക് മുമ്പ് വളരെ ദൂരം യാത്ര കൊണ്ടുപോയ അതേ അള്ളാഹ് ഇവിടെ ഒരു ചര്യ പഠിപ്പിക്കുകയാണ്. പ്രവാചകന്മാരായിരുന്നാലും ശരി, ആരായിരുന്നാലും ശരി, നമ്മൾ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്തു തീർത്തിട്ടാണ് ബാക്കി അള്ളാഹുവിൻ്റെ സഹായം തേടുക. അതിനാണ് ഇസ്ലാമിൽ തവക്കുൽ എന്ന് പറയുക. തവക്കുൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്തു തീർക്കേണ്ട മുഴുവൻ കാര്യങ്ങളും ചെയ്തു തീർത്തതിന് ശേഷം പിന്നീട് തവക്കൽതു അലല്ലാ എന്ന് പറഞ്ഞ് ഇറങ്ങുന്നതിനാണ് തവക്കുൽ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തവക്കുൽ ചെയ്തതിൻ്റെ ഫലമാണ് സൗർ ഗുഹയിലിരിക്കുന്നു. അവിടെ വരമേ നബിയുടെ കഴിവുള്ളൂ, നബിക്ക് ഇനി അപ്പുറത്തേക്കൊന്നും ചെയ്യാനില്ല. അവിടെ ശത്രുക്കൾ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇടയിൽ അത്ഭുതകരമായി അള്ളാഹു ഇടപെട്ടിട്ട് ശത്രുക്കൾക്ക്
ഒരു പിടുത്തവും കൊടുക്കാതെ അബൂബക്കർ സിദ്ദീഖിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ രക്ഷപ്പെടുത്തുകയാണ് അല്ലാഹ്. നോക്കൂ, അപ്പോൾ നമ്മൾ കൃത്യമായ മുന്നൊരുക്കങ്ങളൊക്കെ നടത്തി നമ്മുടെ ഭാഗം ക്ലിയർ ചെയ്ത് തവക്കുലും ചെയ്തിട്ട് പോകുന്ന ഒരു ജീവിതയാത്രയിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു അപകടം പതിയിരിക്കുന്നുണ്ടെങ്കിൽ അവിടെ ആ നമ്മുടെ വിഷയത്തിൽ അത്ഭുതകരമായി ഇടപെടാൻ ആരുണ്ടാവും? അള്ളാഹു ഉണ്ടാകും എന്നതാണ് ആ യാത്രയിലെ ഏറ്റവും വലിയ സന്ദേശം. നമ്മൾ തിരിച്ചറിയുന്നതാണ്. പോകുന്ന വഴിക്കാണ് സുറാഖത്ത് ബിൻ മാലിക് വഴിയിൽപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുറാഖത്ത് ബിൻ മാലിക്കോട് പറഞ്ഞു, ഞങ്ങളെ കണ്ട വിവരം നീ പുറത്ത് പറയരുത്. അങ്ങനെ പുറത്ത് പറയാതിരുന്നാൽ നബി ഒരു വാഗ്ദാനം കൊടുക്കുകയാണ്. സുറാഖത്ത് ബിൻ മാലിക്കിൻ്റെ കൈ പിടിച്ച് നബി ചോദിക്കുക, നിൻ്റെ ഈ കയ്യിൽ കിസ്റയുടെ വളകൾ ധരിപ്പിക്കപ്പെട്ടാൽ എങ്ങനെ ഇരിക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സുറാഖത്ത് മാലിക് ചോദിച്ചു, സാഹിബ് കിസ്റ, ഇത് പേർഷ്യൻ രാജാവിൻ്റെ, അതെ, പേർഷ്യൻ രാജാവിൻ്റെ കിരീടവും വളകളും അംശവടിയും നീ ധരിക്കും എന്ന് പറഞ്ഞു. അത് അക്കാലത്ത് ഒരാൾക്കും ചിന്തിക്കാൻ സാധിക്കാത്ത സംഗതിയാണ്. ഇന്ന് നമ്മുടെ ഒരാളെ വിളിച്ചിട്ട് പറയുകയാണ്, നീ അമേരിക്കൻ പ്രസിഡൻ്റായി ഇരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കാൻ പറഞ്ഞാൽ അയാളത് കേട്ടു പോകുമെന്നല്ലാതെ അയാൾക്കത് ഉൾക്കൊള്ളാൻ പറയില്ല. അതിൻ്റെ 100 ഇരട്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ പ്രവചനം. ഈ പ്രവചനം പിന്നീട് പുലരുന്നത് എപ്പോഴാണെന്നറിയാം? ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലാണ്. പേർഷ്യ പിടിച്ചെടുത്ത് പേർഷ്യൻ രാജകൊട്ടാരത്തിലെ മുഴുവൻ നിധി കുമ്പാരങ്ങളും മദീനത്ത് ഉമർ റളിയല്ലാഹുവിൻ്റെ മുമ്പിൽ കൊണ്ടുവരികയാണ്. കൊണ്ടുവരുമ്പോൾ നോക്കുമ്പോൾ വിലപിടിപ്പുള്ള എല്ലാ വസ്തുക്കളും, ആ രംഗം നമ്മൾ ചരിത്രത്തിൽ വായിച്ചാലേ ആളുകൾ നോക്കുമ്പോൾ ഉമർ റളിയല്ലാഹുവിൻ്റെ ഒന്നാമത്തെ ചോദ്യം എന്താണെന്നോ? ഐന സുറാക്ക, സുറാഖത്ത് ബിൻ മാലിക് എവിടെ? അദ്ദേഹം മുസ്ലിമായിരുന്നു. അങ്ങനെ സുറാഖത്ത് മാലിക്ക ജനങ്ങൾക്കിടയിൽ നിന്ന് കയറി വരികയാണ്. എന്താണ് അമീറുൽ മുഅ്മിനീൻ എന്നാ ചോദിച്ചു. ഇതെന്താണ് നിനക്കറിയുമോ എന്ന് വെച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു നാടനായ ഒരു അറബി, എന്തറിയാനാ എന്ന് വെച്ചു. അദ്ദേഹം അപ്പോൾ ഉമർ റളിയല്ലാഹു പറഞ്ഞു, ഇതാണ് പേർഷ്യൻ ചക്രവർത്തിയുടെ കിരീടവും ചെങ്കോലും അരപ്പട്ടയും എന്നാണ്. അതുകൊണ്ട് അത് 3ഉം എടുത്ത് ഇദ്ദേഹത്തെ ധരിപ്പിക്കുകയാണ്. ആര്? ഉമർ റളിയല്ലാഹു അൻഹു. കിരീടം വെച്ചു കൊടുത്തു, അരപ്പട്ട ധരിച്ചു, കുപ്പായക്കം ധരിച്ച് കിസ്റ നിൽക്കുന്നത് പോലെ നിർത്തി. അന്ന് അത് കഴിഞ്ഞ് ഇദ്ദേഹം ഇങ്ങനെ പോകാൻ നേരത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇവിടെ നിൽക്ക്, ഇതഴിക്കണം. അപ്പോൾ സുറാഖ് ചോദിച്ചു, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ എനിക്കുള്ള വാഗ്ദാനമല്ലേ എന്ന് ചോദിച്ചു. ശരിക്കും നമ്മൾ മനസ്സിലാക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആർക്കാ വാഗ്ദാനം കൊടുത്തത്? സുറാഖത്ത് ബിൻ മാലിക്കിന് വാഗ്ദാനം കൊടുത്തതാ. പക്ഷെ ഉമർ റളിയല്ലാഹു എന്ന ദീർഘദൃഷ്ടി, കൂർമ്മ ബുദ്ധിയുള്ള ഉമർ റളിയല്ലാഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് നിന്നെ ധരിപ്പിക്കപ്പെടുമെന്നാ, നിനക്ക് അണിയാൻ മാത്രമാണ് അനുവാദം. അണിഞ്ഞു കൊതി തീർന്നാൽ അഴിച്ച് ബൈത്തുൽ മാലിലേക്ക് ചേർക്കണമെന്ന് പറഞ്ഞ് തിരിച്ചു വാങ്ങി എന്നാ ചരിത്രം. അതാണ് നിലപാടെന്ന് പറഞ്ഞാൽ. എല്ലാവരും അത്ഭുതപ്പെട്ടു, അമീറുൽ മുഅ്മിനീൻ, അത് നബി കൊടുത്ത വാഗ്ദാനമല്ലേന്ന്. അപ്പോൾ ഉമർ റളിയല്ലാഹു പറഞ്ഞു, അത് വാഗ്ദാനം ധരിക്കാനാണ്, അണിയാനാണ്. അണിഞ്ഞു കഴിഞ്ഞു, അത്രയേ ഉള്ളൂ എന്ന്. അതാണ് നിലപാട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്തേക്ക് എത്തുകയാണ്. നോക്കൂ, മക്കയിൽ തൻ്റെ പ്രബോധനം സാധ്യമാകുന്നില്ലെന്ന് കണ്ടപ്പോൾ നബി എന്താ ചെയ്തത്? 4 ആളുകളെ കൂട്ടി ആ നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കുകയാണ് ചെയ്തത്? അല്ല. ഒരു നാട്ടിലെ സമാധാനവും ഐക്യവും തകരാൻ നബി ആഗ്രഹിച്ചില്ല. എന്താ കാരണം എന്നറിയാമോ? നബിയെക്കുറിച്ച് അവിടെ ഒരു പരാതിയുണ്ട്. എന്താ പരാതി? ഉമർ റളിയല്ലാഹു അൻഹു നബിയെ കൊല്ലാൻ പോയ കാരണം എന്താണെന്നറിയാമോ? എന്താ കാരണം? പ്രവാചകനായതുകൊണ്ടല്ല. ഇലൈഹിൽ എർജിഉൽ അംറു കുല്ലുഹു, ഈ മക്കയിലെ സമാധാനം നഷ്ടപ്പെടുത്തിയവൻ്റെ മുഖ്യ കാരണക്കാരൻ ഇയാളാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹുവിൻ്റെ മനസ്സിലൊരു നന്മയാണ്. എന്താ നന്മ? എന്താ? നമ്മുടെ നാട്ടിൻ്റെ ഐക്യം തകർത്തു മുഹമ്മദ്. അതാണ് വിഷയം. ഈ നാടിൻ്റെ സ്വസ്ഥതയും സമാധാനവും കെട്ടുറപ്പും തകർത്ത ഒറ്റ കാരണത്താൽ മുഹമ്മദിനെ അങ്ങോട്ട് ശരിയാക്കിയാൽ ഈ നാട് സ്വസ്ഥമായല്ലോ എന്നാ.
അപ്പം നബിയെക്കുറിച്ച് അവിടെ ആരോപണം പറയുകയാണ്, നീയാണ് ഈ നാട്ടിലെ മുഴുവൻ സമാധാനവും തകർത്തത് എന്ന് പറഞ്ഞ്. പക്ഷെ നബി ആളെ കൂട്ടി പ്രശ്നമുണ്ടാക്കിയില്ല. സമാധാനപരമായി ആ നാടിൻ്റെ സമാധാനം നഷ്ടപ്പെടാതിരിക്കാൻ നബി യാത്ര പോവുകയാണ്. ഹിജറ എന്ന് പറഞ്ഞാൽ ഉള്ളത് വിറ്റുപെറുക്കി അക്കൗണ്ടിലേക്ക് ഇട്ടിട്ട് കിട്ടിയതും വാരിപ്പെറുക്കി പോയതല്ല ഹിജറ. ഉടുത്ത വസ്ത്രവുമായി മാത്രം പോയ യാത്രയാണ് ഹിജറ. എല്ലാ മക്കയിൽ വിട്ടേച്ചിട്ടാണ് ഹിജറ പോയത്. അവരുടെ കയ്യിൽ ആ കീറത്തുണികളും കൈക്കുഞ്ഞുങ്ങളുമല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് ചരിത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്തേക്ക് എത്തുമ്പോഴേക്കും മദീന പാകപ്പെട്ടിരുന്നു. എങ്ങനെ പാകപ്പെട്ടിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളെയും സ്വീകരിക്കാൻ ആരാ പാകപ്പെടുത്തിയത്? നിറഞ്ഞ മനസ്സോടുകൂടി അൻസാരികൾ സ്വീകരിക്കുകയാണ്. ചരിത്രത്തിൽ വലിയ മാതൃകയാണ്. ഇന്ന് ലോകത്തിൻ്റെ മുമ്പിൽ വലിയ ചോദ്യം ചിഹ്നമാണ്. ലക്ഷക്കണക്കിന് അഭയാർത്ഥികളായ സഹോദരന്മാർ അലഞ്ഞു തിരിയാണ്. സ്വീകരിക്കാൻ ആളുകളില്ല. സ്വീകരിക്കേണ്ടവർ അവരെ തള്ളിവിടുകയാണ്. ഈ സമയത്ത് ഒരു അഭയാർത്ഥി സമൂഹത്തോടെ എങ്ങനെ പെരുമാറണം എന്നതിൻ്റെ അൻസാരികൾ കാണിച്ചു കൊടുക്കുകയാണ്. അവർ നിറഞ്ഞ മനസ്സോടുകൂടി ഖുർആൻ പറഞ്ഞു, വല്ലദീന തബവ്വഉ ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം, പ്രവാചകനും അനുയായികളും മദീനത്തെ എത്തുന്നതിന് മുമ്പേ മദീന അവർ പാകപ്പെടുത്തി വച്ചിരുന്നു. അൻസാരികൾ അവരെല്ലാം ഷെയർ ചെയ്തിരുന്നു. 2 വീടുള്ളവർ 1 വീട്, 2 മുറിയുള്ളവർ 1 മുറി, 2 കച്ചവട സാധനങ്ങളുള്ളവർ 1 വിട്ടുകൊടുത്തു. എല്ലാം അവർക്ക് വിട്ടുകൊടുത്തു. നോക്കൂ, ആ മനസ്സാലോചിച്ച് നോക്കൂ. അങ്ങനെ കൃത്യമായി അവരെ സ്വീകരിച്ച അൻസാരികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നീടുള്ള ജീവിതത്തിൽ നബി തിരിച്ച് മക്കയിലേക്ക് പോകുമോ എന്ന ഒരു സങ്കടം അൻസാരികൾക്കുണ്ടായി. കാരണം മക്കയും മദീനയൊക്കെ നബിയുടെ കീഴിൽ വന്നല്ലോ. അപ്പം നബി ഇനി മക്കയിലേക്ക് തിരിച്ചു പോകാൻ സാധ്യത ഉണ്ടെന്ന് ഇവർക്ക് തോന്നിയപ്പോഴേക്കും ആ സങ്കടം അവർ പങ്കുവച്ചു. അത് നബിയുടെ അടുക്കലെത്തി. അപ്പോൾ നബി അവരോട് പറഞ്ഞു, ഇനി എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ നിങ്ങളോടൊപ്പമാണ്, ഇനിയൊരു മരണമുണ്ടെങ്കിൽ അത് നിങ്ങളോടൊപ്പമായിരിക്കുന്ന. അൻസാരികളുടെ ആഗ്രഹത്തിന് വേണ്ടി ഒത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്ത് അവിടെ കൂടിയത് എന്ന്. എൻ്റെ ഖുർആൻ എന്താ ചെയ്തത്? വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിറുകളിൽ നിന്നും അൻസാറുകളിൽ നിന്നും ഇസ്ലാമിലേക്ക് ആദ്യമായി കടന്നു വന്നവർ. വല്ലദീന തബഊഹും ബി ഇഹ്സാനിൻ റളിയല്ലാഹു അൻഹും വറളു അൻഹു, നിങ്ങൾ അവരെയാണ് പിൻപറ്റേണ്ടത്. ജീവിച്ചിരിക്കുമ്പോൾ അള്ളാഹു സർട്ടിഫിക്കറ്റ് കൊടുത്തു, നിങ്ങളെ ഞാൻ തൃപ്തിപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. നോക്കൂ, ജീവിച്ചിരിക്കാൻ അള്ളാഹുവിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിയ 2 ജനതയാണ് മുഹാജിറുകളും അൻസാറുകളും നമ്മൾ തിരിച്ചറിയുക. അതെങ്ങനെ കിട്ടി? എന്താണ് അള്ളാഹുവിൻ്റെ ദീൻ എന്നും അതിനോടുള്ള കൂറും പ്രതിബദ്ധതയും എന്താണെന്ന് കാണിച്ചു കൊടുത്ത 2 ജനവിഭാഗമാണ് മുഹാജിറുകളും അൻസാറുകളും. അതുകൊണ്ട് നമ്മോട് പറഞ്ഞത് നിങ്ങൾ ആരെ പിൻപറ്റണമെന്നാ? മുഹാജിറുകളെയും അൻസാറുകളെയും പിൻപറ്റി ജീവിക്കണമെന്നതാണ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. അവിടെയാണ് നമ്മൾ സലഫു സാലിഹീങ്ങൾ എന്ന് പരിചയപ്പെടുത്തുന്നത് സഹാബത്തിനെ എന്നർത്ഥം. അപ്പോൾ സഹാബത്തിൻ്റെ വഴിയാണ് യഥാർത്ഥ വഴി. അത് ഹിജറയിലൂടെ നേടിയെടുത്തതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഹിജറ ഇനി നമ്മുടെ ജീവിതത്തിലെ ഇല്ലേ ഇല്ല. നമ്മുടെ ഹിജറ എന്താണെന്നറിയാമോ? നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രിയപ്പെട്ട കാര്യങ്ങൾ ഏതാണെന്ന് തീരുമാനമെടുത്ത് അത് അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കും അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി ത്യജിക്കാൻ തയ്യാറാകാത്ത കാലത്തോളം നമുക്ക് ഹിജറ എന്ന് പറഞ്ഞ സംഗതി നമുക്കുണ്ടാവില്ല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി ത്യജിക്കാൻ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് മുമ്പിൽ ഒരു അല്പം ത്യാഗം സഹിക്കാൻ നമ്മൾ തയ്യാറാകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹിജറയുടെ സന്ദേശം. അതുകൊണ്ട് ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ എല്ലാ പഴുതുകളും അടച്ചുള്ള നബിയുടെ മുന്നൊരുക്കങ്ങളും പ്ലാനിങ്ങുകളുമാണ് യഥാർത്ഥത്തിൽ ഹിജറ എന്ന യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വിജയം സമ്മാനിച്ചത് എന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ ഹിജറയുടെ ആശയവും തത്വവും ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ നമ്മൾ യാത്ര പോകേണ്ടത്. അവിടെയാണ് നമുക്ക് തവക്കുലിൻ്റെ പ്രാധാന്യം തിരിച്ചറിയാൻ കഴിയുക. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമൂഹത്തെ പഠിപ്പിച്ചതും ഇസ്ലാം പഠിപ്പിച്ചതും. അവരെയാണ് നമ്മൾ മാർഗദർശികളായി ഫോളോ ചെയ്യാൻ കൽപ്പിക്കപ്പെട്ട ആളുകൾ.
അവരാണ് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസബ്ബു അസ്ഹാബി, നിങ്ങൾ എൻ്റെ സഹാബത്തിനെ ഒരു നിലക്ക് പോലും ശകാരിക്കുന്നത് കേൾക്കാൻ എനിക്ക് മനസ്സില്ല, സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. സഹാബത്തിനെ ഒരു വാക്കുകൊണ്ട് വേദനിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇഷ്ടമല്ല. കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിതം പോലും വേണ്ടെന്ന് വെച്ച് നബിക്ക് കൂടെ നിന്ന ആളുകളാണ് സഹാബത്ത്. അതുകൊണ്ടാണ് നമുക്ക് സഹാബത്തിനെ പറയുമ്പോൾ വേദനിക്കാൻ കാരണം എന്താ? ഒരു വിശ്വാസിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം നബിയുടെ കൂടെ ജീവിച്ച ആളുകളാണ് സഹാബത്ത്. അതുകൊണ്ട് അവരെ നമ്മെ സംബന്ധിച്ച് അവർ ലോകത്ത് തങ്കപ്പെട്ട ഹൃദയത്തിൻ്റെ ഉടമകളാണ്. സഹാബത്തിന് തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സഹാബത്തിനെ എല്ലാം വളർത്തിയെടുത്ത് എന്ന ചരിത്രം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഹിജറ നൽകുന്ന ഏറ്റവും വലിയ ഒരു സന്ദേശം അതാണ്. നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. അതാണ് എൻ്റെ സംസാരത്തിൻ്റെ ആദ്യ ഭാഗം. രണ്ടാമതായി, ഹിജറ പറയുമ്പോൾ, ഈ പുതുവർഷം പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് മുഹറം മാസമാണ്. യഥാർത്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജറ പോയത് മുഹറം മാസത്തിലൊന്നല്ല. നബി റബീഉൽ അവ്വലിലാണ് ഹിജറ പോയത്. പിന്നെ മുഹറം മാസത്തെ എങ്ങനെ തുടക്കം കുറിച്ചു എന്ന് ചോദിച്ചാൽ, ഹിജറയാണല്ലോ നമ്മൾ മാനദണ്ഡമായി എടുത്തത്. ഹിജറ ഒരു യാത്രയായിരുന്നല്ലോ. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് ഒരു വലിയ യാത്ര ലോക മുസ്ലിങ്ങൾ നടത്തി, ഹജ്ജ് യാത്ര. അപ്പോൾ ഹജ്ജ് ഒരു യാത്രയായിരുന്നു. അപ്പോൾ നമ്മൾ ഹിജറ സെലക്ട് ചെയ്തെങ്കിൽ ഈ ഹജ്ജ് കഴിഞ്ഞിട്ടുള്ള മാസം ഏതാണോ അതിനെ സെലക്ട് ചെയ്യാം എന്ന് തീരുമാനമെടുത്തിട്ടാണ് മുഹറം മാസത്തെ സെലക്ട് ചെയ്തത്. മാത്രവുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹറം മാസത്തെക്കുറിച്ച് പറഞ്ഞത് ഷെഹറുല്ലാ എന്ന. ഷെഹറുല്ലാ, അള്ളാഹുവിൻ്റെ മാസം എന്നാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതാണ്, ഏത് കാര്യം അള്ളാഹു എന്ന പേരിലേക്ക് ചേർത്തി പറയുകയാണെങ്കിൽ അതിന് വളരെ പ്രാധാന്യവും ശ്രേഷ്ഠതയും ഉണ്ട് എന്നാണ് അർത്ഥം. ഷെഹറുല്ല എന്ന് അല്ലാഹ് സ്വന്തം ചേർത്തി പറഞ്ഞൊരു മാസമാണ് മുഹറം മാസം. അപ്പോൾ അത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ശ്രേഷ്ഠതകളൊക്കെയും ബഅദ റമദാൻ, റമദാൻ കഴിഞ്ഞിട്ടുള്ള ശ്രേഷ്ഠതയുള്ളൂ കേട്ടോ. അത് തിരിച്ചറിയണം. റമദാൻ കഴിഞ്ഞിട്ടുള്ള ശ്രേഷ്ഠതകളാണ് ഇതൊക്കെ ഈ പറയുന്നതൊക്കെയും എന്ന തിരിച്ചറിവുണ്ടാകണം. അങ്ങനെയാണ് പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് വിശദീകരിച്ചത്. അപ്പോൾ ഏറ്റവും പവിത്രമായ മുഹറം മാസത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ചരിത്ര സംഭവങ്ങൾ നടന്ന മാസമാണ് മുഹറം മാസം. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിച്ച ഒരു ചരിത്രം, നബി മദീനത്ത് ചെല്ലുമ്പോൾ അവിടെയുള്ള ജൂതന്മാരായ ആളുകൾ നോമ്പനുഷ്ഠിക്കുന്നു ചോദിച്ചു, ഹാദാ യോമുൻ സ്വാലിഹുൻ നജ്ജല്ലാഹു മൂസ വ ഖൗമുഹു. ഇത് ഒരു നല്ല ദിവസമാണ്, മുഹറം 10. ഇന്നാണ്, ഈ മുഹറം 10-നായിരുന്നു മൂസാ നബിയെയും വിശ്വാസികളെയും അള്ളാഹു ഫിർഔനിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് എന്ന് പറഞ്ഞു. അപ്പോൾ നബി പറഞ്ഞു, നെഹനു അഹക്കു മിൻകും ബി മൂസ, നിങ്ങളെക്കാളും മൂസയോട് ഏറ്റവും ബന്ധമുള്ളത് എനിക്കാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹറം 10 നോമ്പനുഷ്ഠിച്ചു. വ അമറ ബി സിയാമി, നോമ്പ് നോൽക്കാൻ കൽപ്പിക്കുകയും ചെയ്തു എന്നർത്ഥം. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം കൂടി ബന്ധപ്പെട്ട ഒരു മാസമാണ് ഏത്? മുഹറം മാസം എന്നാണ്. എന്താ മൂസാ നബിയുടെ ചരിത്രത്തിന് പ്രത്യേകത? വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ പ്രതിപാദിച്ച ഒരു ചരിത്രം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രമാണ്. മാത്രവുമല്ല, വേറൊരു പ്രവാചകൻ്റെയും ജീവിതം തുടക്കം മുതൽ, കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ വിശദീകരിച്ചിട്ടില്ലല്ലോ. അവരുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ വിശദീകരിച്ച് പറഞ്ഞു എന്നല്ലാതെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രമാണ് ജനനം മുതൽക്ക് അള്ളാഹ് വിശദീകരിച്ചത്. കാരണം ബനൂ ഇസ്രായേലിൽ അന്ന് ജനിച്ചു വീഴുന്ന ആൺകുട്ടികളെ കൊന്നുകളയണം. അത് 2 തീരുമാനമാണ്. ആദ്യ ഫിറഔൻ ഓർഡർ ഇട്ടു എല്ലാവരെയും കൊന്നുകളഞ്ഞത്. അങ്ങനെ ആൺകുട്ടികളില്ലാതെ വന്ന രാജ്യത്തിൻ്റെ ഭാവി ഭീഷണിയാണെന്ന് ആരോ പറഞ്ഞപ്പോൾ തീരുമാനമെടുത്തു, 1 വർഷം ജനിക്കുന്ന ആൺകുട്ടികളെ കൊല്ലാം, അടുത്ത വർഷത്തെ വെറുതെ വിടും, പിന്നത്തെ വർഷത്തെ കൊല്ലും. അങ്ങനെ ഒന്നരാടം കൊല്ലാൻ തീരുമാനിച്ചു. അങ്ങനെ ആൺകുട്ടികളെ കൊല്ലണ്ട എന്ന് തീരുമാനമെടുത്ത വർഷത്തിലാണ് ആര് ജനിക്കുന്നത്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കുന്നത്. അതുകൊണ്ടാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അത് അള്ളാഹുവിന് ഒരു ഇടപെടൽ കൂടിയാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതിയുണ്ട്. വിശുദ്ധ ഖുർആൻ
മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഉമ്മയെ അഭിസംബോധന ചെയ്തൊരു അഭിസംബോധനയുണ്ട്. എന്തെന്നറിയുമോ? അത് ഒരു മാതാവിനോട് എങ്ങനെയായിരിക്കണം സമീപിക്കേണ്ട എന്ന ശൈലി. ഖുർആൻ മൂസാ നബിയുടെ ഉമ്മയെ വിളിച്ചത് ഉമ്മി മൂസ എന്ന, മൂസയുടെ ഉമ്മയെ എന്ന. ആ വിളിയിൽ സ്നേഹമുണ്ട്, ഒരു ആദരവുണ്ട്, ഒരു ബഹുമാനമുണ്ട്. അള്ളാഹ്ക്ക് അങ്ങനെ ഒരാളെ ആദരിക്കേണ്ടതില്ല. വേണോ? വേണ്ട. കാരണം അള്ളാഹുവിന് കീഴെയാണ് എല്ലാവരും. പക്ഷെ അള്ളാഹുവിന് ഒരാളെയും ആദരിക്കേണ്ടതില്ല എന്ന്. അതുകൊണ്ടാണ് ഖുർആനിൽ കുൽ, നബിയോട് നമ്മളാണ് പറയുന്നത്, താങ്കൾ പ്രവാചകരെ അങ്ങ് പറയൂ എന്നൊക്കെ നമ്മളാണ് വിശദീകരണം. കുൽ എന്ന് പറഞ്ഞാൽ നീ പറയാനെൻ്റെ അർത്ഥം. അള്ളാഹ്ക്ക് അങ്ങനെ പറഞ്ഞാൽ മതി നബിയോട് എന്നർത്ഥം. പക്ഷേ മൂസാ നബിയുടെ ഉമ്മയെ അല്ല വിളിച്ചത് ഉമ്മി മൂസ, മൂസയുടെ ഉമ്മയെ എന്നാണ്. ആ ജനിച്ചു കഴിഞ്ഞപ്പോൾ സംഭവം വിശദീകരിക്കുന്നുണ്ട്. കുട്ടി ജനിച്ചു, എന്നിട്ട് പറഞ്ഞു നീ ആ കുട്ടിയെ പെട്ടിയിലാക്കണം. പെട്ടിയിലാക്കി, പെട്ടി അടയ്ക്കണം. പെട്ടി അടച്ചു. നദിയിലൊഴുക്കണം. നദിയിലൊഴുക്കി. നദിയിലേക്ക് ഒഴുക്കുമ്പോൾ ഒരു കാര്യം എന്താ പറഞ്ഞു, യഹുദുഹു അതുവുല്ലി വധുഹു, ഈ പെട്ടി ഒഴുകിപ്പോയി എടുക്കുന്നത് എൻ്റെയും ഈ കുട്ടിയുടെയും ശത്രുവിൻ്റെ കയ്യിലായിരിക്കുന്നു. ഇനി ഉമ്മ പേടിക്കാൻ വല്ലതും ഉണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പക്ഷേ അത് വലിയ ഉമ്മമാർക്കൊരു ചരിത്രമുണ്ട് നമുക്ക്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി എന്ന ചോര കുഞ്ഞിനെ പെട്ടിയിലാക്കാൻ പറഞ്ഞപ്പോൾ മൂസാ നബിയുടെ ഉമ്മ തിരിച്ചു ചോദിച്ചോ, പഠിച്ചവനെ ഈ കുഞ്ഞ് മരിച്ചു പോവോ? ചോദിച്ചോ? ചോദിച്ചില്ല. പെട്ടിയിലാക്കാൻ അടയ്ക്കാൻ പറഞ്ഞപ്പോൾ ശ്വാസം മുട്ടൂലെന്ന് ചോദിച്ചില്ല. വെള്ളത്തിൽ ഒഴുക്കുമ്പോൾ പഠിച്ചവനെ വെള്ളം അല്ലേ, എന്ത് അപകടം പറ്റുമെന്ന് ചോദിച്ചില്ല. ഫിർഔൻ എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഫിർഔൻ എടുത്ത ബാക്കി ഉണ്ടാവുമെന്ന് ചോദിച്ചില്ല. എന്താ ചെയ്തത്? എന്താണോ അള്ളാഹു പറഞ്ഞത് അതങ്ങനെ തന്നെ കേട്ടു. അതിലൊരു പാഠമുണ്ട്. എന്താണെന്നറിയാമോ? നമ്മുടെ മക്കളെ അള്ളാഹു എന്താണോ പറഞ്ഞത് അതേ റൂട്ടിലാണ് നമ്മൾ വിടുന്നതെങ്കിൽ ആര് സംരക്ഷിക്കും? അള്ളാഹ് സംരക്ഷിക്കും. അതാണ് എൻ്റെ വിഷയം. ആരെ സംരക്ഷിച്ച മാതിരി? മൂസാ നബിയെ അത്ഭുതകരമായി എന്ന് പറഞ്ഞാൽ ശത്രു എടുക്കും, ആ ശത്രുവിൻ്റെ ഉള്ളിലാണ് വളർത്തിയത്. ഫിർഔനിൻ്റെ കൊട്ടാരത്തിൽ വച്ച് ഫിർഔനിൻ്റെ എതിരാളിയെ അള്ളാഹ് വളർത്തി. അപ്പം നമുക്ക് വലിയ സന്ദേശം എന്താണെന്നറിയാം? നമ്മുടെ മക്കളെ അള്ളാഹു പറഞ്ഞത് റൂട്ടിലാണ് നമ്മൾ വിടുന്നതെങ്കിൽ നമുക്കൊരു ഭയവും വേണ്ട. എവിടെയാണോ പ്രയാസമുള്ളത് അവിടെ അള്ളാഹുവിൻ്റെ സംരക്ഷണം ഉണ്ടാകും. നമ്മൾ ചിന്തിക്കുക, അള്ളാഹു പറഞ്ഞ റൂട്ടിലല്ല നമ്മുടെ മക്കളെ നമ്മൾ നയിക്കുന്നതെങ്കിൽ ദൈവീകമായ സംരക്ഷണം ലഭിക്കാൻ ഒരു ഗ്യാരണ്ടിയുമില്ല എന്നർത്ഥം. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഫിർഔനിൻ്റെ അടുക്കൽ ചെന്ന ഉടനെ അള്ളാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ഈ മൂസാ നബിയെ കൊണ്ടുവരുന്നുണ്ട്. മൂസാ നബിയുടെ ഉമ്മയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. അവിടെ ഒരു കാരണം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ശ്രദ്ധിച്ചോ? എന്താ കാരണം? എന്തിനാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഉമ്മയിലേക്ക് മടക്കി കൊണ്ടുവന്നത്? ആളുകൾ പറഞ്ഞു മുല കുടിക്കാനാണ്. അതൊക്കെ ഒരു ഭൗതികമായ കാരണം. പക്ഷെ അല്ല പറഞ്ഞ കാരണം അതല്ല. കൈ തഖറ ഐനുഹ വലാ തഹ്സൻ, ആ മാതൃഹൃദയം വേദനിക്കാതിരിക്കാൻ എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു ദൈവീകമായ നടപടി അല്ലാഹ് നടത്തുമ്പോഴും ഒരു ഉമ്മയുടെ ഹൃദയം വേദനിക്കരുതെന്ന് ആർക്ക് നിർബന്ധമുണ്ട്? അള്ളാഹ്ക്ക് നിർബന്ധമുണ്ട്. ബാക്കി നമ്മൾ ആലോചിച്ച് നോക്കൂ. അള്ളാഹ്ക്ക് അതൊന്നും നോക്കണ്ട. ഒരു ദൈവികമായ ചര്യ നടപടി അള്ളാഹ് നടപ്പിലാക്കാൻ പോവാ. ആ നടപ്പിലാക്കുമ്പോൾ പോലും ഒരു മാതൃഹൃദയത്തിന് വേദനിക്കരുത്. കൈ തഖറ ഐനുഹ, ആ ഉമ്മയുടെ കണ്ണിന് കുളിർമ കിട്ടണമെന്നാണ് അള്ളാഹ് കണ്ട പോയിൻ്റ്. അതാ ആ ഉമ്മയെ വേദനിപ്പിച്ചില്ല അള്ളാഹ്. എന്തുകൊണ്ട് തിരിച്ചു കിട്ടി? അള്ളാഹ് ആദ്യം പറഞ്ഞതുപോലെ ചെയ്തതുകൊണ്ടാണ്. തിരിച്ച് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഉമ്മയുടെ അടുക്കിലേക്ക് അള്ളാഹ് കൊണ്ടു കൊടുക്കുകയാണ്. പിന്നെ ഫിർഔൻ്റെ കൊട്ടാരത്തിൽ വളരുന്നു. അതെല്ലാം കഴിഞ്ഞ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകനായി. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മറ്റ് പ്രവാചകന്മാരെ അപേക്ഷിച്ച് വലിയ രണ്ട് പ്രത്യേകതയുണ്ട്. എന്ന് പറഞ്ഞാൽ വലിയ ധൈര്യശാലിയാണ്. എന്ത് ധൈര്യശാലി? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ധൈര്യത്തിന് ഏറ്റവും വലിയ അടയാളം എന്താണെന്നറിയാമോ? എന്താ? ലോകത്തൊറ്റ പ്രവാചകന്മാരും ചോദിച്ചില്ല
റബ്ബി അരിനി അൻദുർ ഇലൈക്, പടച്ചോനെ എനിക്ക് നിന്നൊന്ന് കാണിച്ചു തരാവോ, ഞാൻ ഒന്ന് നോക്കട്ടെ എന്ന്. നോക്കൂ, അത് ചോദിക്കാനുള്ളൊരു ധൈര്യം ഉണ്ടല്ലോ. അത്ര വലിയ ധൈര്യശാലിയാണ് ആര്? മൂസാ നബി. വേറെ ഒരൊറ്റ പ്രവാചകന്മാരും അങ്ങനെ ചോദിച്ചിട്ടില്ല എന്ന്. അപ്പോൾ അള്ളാഹ് മറുപടി കുറിച്ച് ഇന്നക്കലൻ തറാനി, മൂസ നിനക്ക് എന്നെ കാണാൻ പറ്റില്ല. ആ ചോദ്യത്തിന് മറുപടി നിനക്ക് എന്നെ കാണാൻ പറ്റില്ല, അതുകൊണ്ട് ആ ആഗ്രഹം സഫലീകരിച്ചു കൊടുക്കാൻ നീ ആ പർവ്വതത്തിലേക്ക് നോക്കിക്കോന്ന. അപ്പോൾ അതാണ് മൂസാ നബിയുടെ ധൈര്യത്തിന് ഏറ്റവും വലിയ അടയാളമാണ്. അള്ളാഹുവിനോട് നേരിട്ട് ചോദിച്ചു എനിക്ക് നിന്നെ കാണണമെന്ന്. രണ്ടാമത്തെ മൂസാ നബിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ശാരീരികമായി കായികമായി നല്ല കരുത്തുള്ള ആളാണ് മൂസാ നബി. അതുകൊണ്ടാണ് ആ കിബിത്തിയുമായുള്ള വഴക്കിന് അടിയെന്ന് പറയില്ല, ഒന്നാണ്ട് കൊടുത്തതാണ്. അയാൾ അപ്പം തന്നെ കഥ കഴിഞ്ഞു നടത്തും. അത്രയും ആരോഗ്യമുള്ളവനായിരുന്നു ആര്? മൂസാ നബി. അത് ആ രാജ്യത്തിൻ്റെ കിബിത്തികളുടെ ഒരു പ്രത്യേകത കൂടിയായിരുന്നു, ഈജിപ്ഷ്യരുടെ. അപ്പോൾ അത് രണ്ട് വലിയ ക്വാളിറ്റി യോഗ്യത മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനുണ്ട്. മൂസാ നബി ഫിർഔൻ്റെ കൊട്ടാരത്തിൽ ഇത് ചെല്ലുക പ്രബോധകനായിട്ട്, പ്രവാചകനായിട്ട് പോകാൻ നേരത്ത് അള്ളാഹു പറയുന്നുണ്ട്, മൂസ നീ ഫിർഔൻ്റെ അടുത്തേക്ക് പോകുന്നത്, ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ, നീ സൗമ്യമായിട്ട് സംസാരിക്കണം കേട്ടോ. മൂസാ നബിയുടെ പ്രകൃതം അള്ളാഹ്ക്ക് നന്നായി അറിയാം, അതുകൊണ്ട് സൗമ്യമായിട്ട് പറയണം. എന്തിനാണ് അങ്ങനെ പറയാൻ കാരണം എന്നറിയുക? നമ്മുടെ ചില ആളുകൾ അതിന് പരിഭാഷപ്പെടുത്തിയത് നീ മയപ്പെടുത്തി പറയണമെന്ന്. മയപ്പെടുത്തി പറയണമെന്നല്ല പറഞ്ഞത്, പറയാനുള്ള സംഗതി പറയണം. പക്ഷെ എങ്ങനെയായിരിക്കണം? ടോണ്ട് അത് വിഷയം. കാരണം എന്താ കാരണം? അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണെന്നറിയുക? ഫിർഔൻ എത്ര വലിയ ക്രൂരനായാലും അയാൾ ആ രാജ്യത്തിൻ്റെ ഭരണാധികാരിയാണ്. ആ രാജ്യത്തിൻ്റെ ഭരണാധികാരിയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഭരണാധികാരിയാണെങ്കിൽ അയാളെ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യേണ്ടതിൻ്റെ അതിൻ്റെ എല്ലാ മാന്യതയും നൽകി അഭിസംബോധന ചെയ്യണം. ചിലപ്പോൾ നമുക്ക് പിടിക്കണ്ടാവില്ല അയാളെ, അത് പറയാൻ പറ്റില്ല. ഫിർഔനേക്കാളും അയാളെക്കാളും വല്ല താഴ്ന്നല്ലല്ലോ ഫിർഔൻ. ഫിർഔനിനോട് പോലും അല്ലാഹ് പറഞ്ഞത് നീ അയാളുടെ രാജ്യത്തിൻ്റെ ഭരണാധികാരിയാണ്. അപ്പോൾ സംസാരിക്കുമ്പോൾ സൗമ്യമായിട്ട് വേണം ആ ഭരണാധികാരിയോട് സംസാരിക്കാൻ. എന്നിട്ട് അള്ളാഹു പറഞ്ഞു കൊടുത്തു ലഅല്ല തദക്കറു യഖ്ഷ, ചിലപ്പോൾ മാറി ചിന്തിച്ചേക്കാലോ. അപ്പോൾ അതിനെന്താ, നമുക്ക് പ്രബോധകർക്കൊരു വലിയ സന്ദേശമുണ്ട്. നമ്മൾ പറയുന്ന കാര്യം ഹക്കായിരിക്കും. ഹക്കായതുകൊണ്ട് എല്ലാവരും കേൾക്കണമെന്നില്ല. നമ്മുടെ സമീപനവും ശൈലിയും ശരിയില്ലെങ്കിൽ ഹക്കായാലും ആൾക്കാർ സ്വീകരിക്കില്ല എന്നർത്ഥം. അപ്പോൾ പറയുന്നത് അവർക്ക് ബോധ്യം വരണം. ഇത് ഞാൻ നന്നാവാൻ എൻ്റെ ഗുണകാംക്ഷയ്ക്ക് വേണ്ടിയാണെന്ന് ബോധ്യപ്പെട്ടാൽ അത് ശൈലിക്ക് വലിയ വിഷയമുണ്ടെന്നർത്ഥം. അതുകൊണ്ട് എന്താ ഗുണം ഉണ്ടായെന്നറിയാമോ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വളരെ സൗമ്യമായി, ഫിർഔൻ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ചാടിക്കളിക്കുകയായിരുന്നു. എത്രത്തോളം? മൂസാ നബിയുമായിട്ടുള്ള സംവാദ സദസ്സിൽ മൂസാ നബി ഓരോന്ന് പറയും, അതിന് ഫിർഔൻ ഗണ്ണിക്കും. അവസാനം ഫിർഔൻ പരാജയപ്പെട്ടപ്പോൾ ദേഷ്യം മൂത്ത ഫിർഔൻ ചാടി എഴുന്നേറ്റ് വരും, ദറൂനി, എന്നെ അങ്ങനെ വിടൂ, അഖ്തുലു മൂസ, ഞാൻ മൂസനെ ഇപ്പം തന്നെ അവിടെ കൊല്ലട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ മൂസാ നബിയെ കൊല്ലാൻ കസേരയിൽ നിന്ന് ചാടി എഴുന്നേറ്റ ആളാണ് ആര്? ഫിർഔൻ. എന്തുകൊണ്ട് ചെയ്തില്ല? എന്തുകൊണ്ട് ചെയ്യാത്തിട്ട്? അത് ശ്രദ്ധിച്ചാ? ഫിർഔന് ചെയ്യാൻ പറ്റൂലേ? പറ്റും. ഫിർഔൻ ചെയ്യാൻ പറ്റും, കൊല്ലാൻ വേണ്ടി ചാടി എഴുന്നേറ്റ. പക്ഷെ അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ടായി. ഫിർഔൻ ചാടി എഴുന്നേൽക്കുമ്പോൾ ഖുർആൻ അടുത്ത വാചകം പറയുന്നത് ഖാല റജുലുൻ മുഅ്മിനുൻ മിൻ ആലി ഫിർഔന, ആ സമയത്ത് യക്തുമു ഈമാനുഹു, ആ സദസ്സ് ആരും പ്രതീക്ഷിക്കാതെ ഫിർഔൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരു മനുഷ്യൻ രംഗത്ത് വരികയാണ്. യക്തുമു ഈമാനു, അതുവരെയും അയാൾ മൂസയിലുള്ള ഈമാൻ മറച്ചു വച്ചിരുന്നു എന്നാ. അയാൾ വന്നിട്ട് പറഞ്ഞു അത്തഖ്തുലു റജുലൻ യഖൂൽ റബ്ബി, എൻ്റെ റബ്ബ് അള്ളയാണെന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ എന്തിനാ നിങ്ങൾ കൊല്ലുന്നതെന്ന് ചോദിച്ച് ഒരാൾ രംഗത്ത് വന്ന് ഫിർഔൻ്റെ വിഷയത്തിൽ ഇടപെട്ട് ആ വിഷയത്തെ അവിടെ വച്ച് അവസാനിപ്പിച്ചു. അയാൾ അത്രയും നാളും ചരിത്രത്തിലുണ്ടായില്ല. പക്ഷേ മൂസാ നബിയുടെ പ്രബോധനത്തിൽ അയാൾ വിശ്വാസിയായിരുന്നു. അത് വലിയ സന്ദേശമാണ്. എന്താണെന്നോ, നമ്മുടെ സമീപനവും നിലപാടും ക്ലിയർ ആണെങ്കിൽ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു മൂന്നാം കക്ഷി
രംഗത്ത് വരും. ഇപ്പോൾ പഹൽഗാമിൽ പ്രശ്നമുണ്ടായി. എല്ലാവരും മുസ്ലിം സമൂഹത്തെ നേരെ വിരൽ ചൂണ്ടിയപ്പോൾ നമ്മളെ രക്ഷപ്പെടുത്തിയത് ഇവിടുത്തെ ഗവൺമെൻറ് ആണോ നമ്മളാണോ? ആരാ? ഒന്ന് ആ അച്ഛൻ മരണപ്പെട്ട നമ്മുടെ മലയാളിയായ ആ പെൺകുട്ടിയാണ് ഒന്നാമത്തത്. അവരാണ് പറഞ്ഞത് നിങ്ങൾ പറയുന്നത് പോലെ അല്ല മുസ്ലിങ്ങൾ എന്ന്. പിന്നെ ആ മരിച്ച ആ മനുഷ്യൻ്റെ ഭാര്യ. നോക്കൂ, അവരൊന്നും മുസ്ലിങ്ങളായിരുന്നില്ല. പക്ഷെ അവരാണ് നമ്മുടെ മേൽക്ക് വരാനിരുന്ന വലിയൊരു അപകടത്തെ നമ്മളിൽ നിന്ന് തട്ടി മാറ്റി ശരിയായ വസ്തുത ജനങ്ങളെ ബോധ്യപ്പെടുത്തി അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തിയത് എങ്ങനെയാണെന്നറിയാം. അതൊരു വസ്തുതയാണ്. നോക്ക്, ഇന്ത്യ രാജ്യത്ത് മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ രംഗത്ത് വരുന്നതിൽ മുസ്ലിങ്ങളാണോ? അല്ലല്ലോ. നമുക്ക് വേണ്ടി സംസാരിക്കാൻ വരുന്നത് നമ്മളല്ലാത്ത എത്രയോ ആളുകൾ രംഗത്ത് വരുന്നുണ്ട്. അത് രംഗത്ത് വരണമെങ്കിൽ എന്താണ്? നമ്മൾ ക്ലിയർ ആയിരിക്കണമെന്നാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടി മറ്റൊരു ആൾ രംഗത്ത് വരും. ഏത് വന്നതുപോലെ മൂസാ നബിയുടെ വിഷയത്തിൽ അതുവരെ ഇല്ലാത്ത ഒരാൾ രംഗത്ത് വന്ന് ഇടപെട്ടതുപോലെ നമ്മുടെ വിഷയത്തിലും നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആളുണ്ടാകും. അതിനെന്താ വേണ്ടത്? നമ്മൾ ക്ലിയറായിരിക്കണം. എന്നിട്ട് ഫിറഔൻ ചോദിക്കേണ്ട, മൂസ നീ എന്തൊരു നന്ദികേടാണ്, നീ ചെറുപ്പം മുതൽ എൻ്റെ കൊട്ടാരത്തിലെ ഉപ്പും ചോറും തിന്നല്ലേ വളർന്നത്? അപ്പം മൂസാ നബി പറഞ്ഞു, അതെ ശരിയാണ്. വതിൽക നിഅമത്തുൻ തമുന്നുഹ അലൈഹാൻ അബ്ബത്ത ബനി ഇസ്രായീൽ. ശരിയാണ്, നീ ബനു ഇസ്രായേൽ സമൂഹത്തെ അടക്കി ഭരിച്ചിരിക്കുകയായിരുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് അത്. ഏത്? എന്താ പറഞ്ഞത്? ഫിർഔൻ മൂസാ നബി ഫിർഔൻ്റെ കൊട്ടാരത്തിലാണ് വളർന്നത്. ഇത് എടുത്തു പറഞ്ഞ മൂസാ നബി തിരിച്ചു ചോദിക്കുകയാണ്, അത് തന്നെയാണ് അതിൻ്റെ ഉദാഹരണം. ഈ ബനു ഇസ്രായേലിനെ നീ അടക്കി ഭരിച്ചിരുന്നു എന്നതിൻ്റെ ഉദാഹരണം അത്. എന്താ കാരണം? ഈ രാജ്യത്ത് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടായിരുന്നെങ്കിൽ ഞാൻ വളരേണ്ടത് എവിടെയാ? എൻ്റെ വീട്ടിലാണ്. ഞാൻ വളരേണ്ടത് എവിടെയാ? എൻ്റെ വീട്ടിലാണ്. എൻ്റെ വീട്ടിൽ എനിക്ക് വളരാൻ കഴിയാം. നിൻ്റെ കൊട്ടാരത്തിൽ കഴിയേണ്ടി വന്ന ഗതി എന്താ? നീ ഞങ്ങളെ അടക്കി ഭരിച്ചത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആരെ തിരുത്തുന്നുണ്ട്? ഫിർഔനെ തിരുത്തുകയാണ്. അവിടെ വച്ചിട്ടാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിർഔനുമായി പിരിഞ്ഞ് ഇറങ്ങിപ്പോരുന്ന രംഗം ഖുർആൻ വിശദീകരിക്കേണ്ട സൂറത്തിലൂടെയൊക്കെ. അത് കഴിഞ്ഞിട്ടാണ് മായാജാലക്കാരുമായുള്ള സംവാദം നടത്തി. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ആ മായാജാലക്കാർ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് വരെയും ഫിർഔൻ്റെ ആളുകളാണ്. അവിടെ വെച്ച് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് യഥാർത്ഥ പ്രവാചകനെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അവർ പ്രഖ്യാപിച്ചു, കാലു ആമന്ന ബി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്നാ. അവിടെ നിർത്തിയില്ല, ഒരു കാര്യം കൂടി പറഞ്ഞു, റബ്ബി മൂസ വഹാറൂൻ. അതെന്തിനാ പറഞ്ഞത്? ഞങ്ങൾ റബ്ബുൽ ആലമീന്ന് പറഞ്ഞപ്പോൾ ഇനി ഫിർഔൻ തെറ്റിദ്ധരിക്കണ്ട. കാരണം അയാൾ പറയുന്ന അന റബ്ബുക്കുമുൽ ആല, ഞാനാണ് ഏറ്റവും വലിയ റബ്ബെന്ന് ഫിർഔനോട് പറയുന്നുണ്ട്. അപ്പം ഞങ്ങൾ റബ്ബുൽ ആലമീന്ന് പറഞ്ഞത് ഫിർഔനെ നീയാണെന്ന് ഇനി വിചാരിക്കണ്ട. റബ്ബി മൂസ വഹാറൂൻ, ഞങ്ങൾ പറഞ്ഞ റബ്ബ് ആരുടെ റബ്ബാണ്? മൂസയുടെയും റബ്ബ്. ക്ലിയർ ചെയ്യാണ്. അതാണ് ഈമാൻ. നമ്മൾ പറയാറില്ലേ, തൗഹീദ് മാത്രം പറഞ്ഞാൽ പോരാ, ശിർക്കും കൂടി പറയണം. കാര്യം ബോധ്യപ്പെടണം, പറയുന്ന ആളുകൾക്ക് സംഗതി ബോധ്യപ്പെടണം എന്നർത്ഥം. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞ റബ്ബ് എന്താണ്? മൂസയുടെയും ഹാറൂൻ്റെ റബ്ബായ റബ്ബുൽ ആലമീനാണ്. അപ്പോഴാണ് ഫിർഔൻ ചോദിക്കുന്നത്, നിങ്ങൾ മൂസയിൽ വിശ്വസിച്ചാൽ ലൗഖത്തിയന്ന ഐദിയക്കും വ അർജുലക്കും മിൻ ഖിലാഫിൻ വല ഉസല്ലിബന്നക്കും അജ്മഈൻ. മൂസയിൽ വിശ്വസിച്ചാൽ കൈകാലുകൾ എതിർചേരിയിൽ മുറിക്കും, വലത് കൈ മുറിച്ചവൻ്റെ ഇടത് കാല് മുറിക്കും, ഇടത് കൈ മുറിച്ചവൻ്റെ വലത് കാല് മുറിക്കും. അതെന്തിനാ അങ്ങനെ? എന്തിനാ എതിർചേരി? ശരീരത്തിൻ്റെ ബാലൻസ് നഷ്ടപ്പെടും എതിർചേരിയിൽ. ഇപ്പം ഈ ഇടത് കാലിന് ഉള്ള ബാലൻസ് ആരെ സപ്പോർട്ട് ചെയ്യണത്? വലത് കയ്യ. വലത് കാലിന് ഇടത് കയ്യാണ് ബാലൻസ് കീപ്പ് ചെയ്യണത്. അപ്പോൾ ഫിർഔൻ പറയാണ്, അതാണ് ഖുർആൻ്റെ ശാസ്ത്രീയത എന്ന് പറഞ്ഞാൽ. ഇത് അള്ളാൻ്റെ കലാമാണെന്നുള്ളത് ഏറ്റവും വലിയ വസ്തുതയാണ്. എതിർചേരിയിൽ ഞാൻ മുറിക്കും എന്നാണ് പറഞ്ഞത്. പിന്നെ നടക്കാൻ പറ്റൂല. അപ്പോൾ ഇവർ പറയാണ്, ഫക്ലിമാൻ തക്കാളി, നീ എന്ത് തീരുമാനം എടുത്തോ,
ഇനി ഞങ്ങൾ പിന്നോട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത് പാരമ്പര്യ മുസ്ലിങ്ങളല്ലല്ലോ. ഏതാനും നിമിഷം വരെ ഫിർഔന്റെ കൂടെ നിന്ന ആളുകൾ പറയാണ് എന്ത് തീരുമാനം എടുത്താലും ശരി ഇനി ഞങ്ങൾ പിന്നോട്ടില്ല എന്ന്. അതാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ. എന്താ ഈമാൻ എന്നറിയാവോ? നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതിയാണ്. നമ്മളൊക്കെ പാരമ്പര്യമായി അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇങ്ങനെ മുസ്ലിമായി മാതാപിതാക്കൾ ജനിച്ച് പാരമ്പര്യമായി വന്നവരാണ്. ഇതിൻ്റെ ഒരു ആസ്വാദനം രുചി ആർക്കാന്നറിയാവോ? ഹിർക്കൽ ചക്രവർത്തിയുടെ അടുത്ത് അബൂ സുഫിയാൻ പോകുന്നുണ്ട്. എന്തിനു വേണ്ടി? അവിടെ അഭയാർത്ഥികളായി ചെന്ന ആളുകളെ തിരിച്ചയക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഹിർക്കൽ ചക്രവർത്തി അബൂ സുഫിയാൻ്റെ അടുക്കൽ വെച്ച് ഈ മുസ്ലിങ്ങളായ ആളുകളുമായിട്ട് മുഹമ്മദ് നബിയെ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ ഹിർക്കൽ പറയുന്നത് ഞാൻ കുറേ ചോദ്യം ചോദിക്കാം, അതിന് സത്യസന്ധമായ ഉത്തരം പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ മുസ്ലിം ആൾ പറഞ്ഞു ഞങ്ങൾ പറയാം എന്ന് പറഞ്ഞു. അങ്ങനെ ഫിർഔൻ ഒരു 8-9 ചോദ്യം ഹിർക്കൽ ചോദിക്കുന്നുണ്ട്. അതിലൊരു ചോദ്യം എന്താണെന്നറിയുമോ? ഈ മുഹമ്മദ് നബി, നിങ്ങൾ പറയുന്ന മുഹമ്മദ് പ്രവാചകൻ്റെ ദീനിലേക്ക് കയറി വന്ന ആരെങ്കിലും ഈ ദീൻ, ഈ മതം മനം മടുത്ത് തിരിച്ചു പോയിട്ടുണ്ടോ എന്ന് ആരോട് ചോദിച്ചു? അബൂ സുഫിയാനോട് ചോദിച്ചു. മുസ്ലിമായ ആരെങ്കിലും തിരിച്ചു പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അബൂ സുഫിയാൻ പറഞ്ഞു ഇല്ല, അങ്ങനെ ആരും പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ മുസ്ലിമായ ആരും പോയിട്ടില്ല എന്ന്. അപ്പോൾ ഹിർക്കലിൻ്റെ മറുപടി അതാണ് വകദാലിക്കൽ ഈമാൻ, അങ്ങനെയാണ് ഈമാൻ. ഇദാ ഹാലത്ത് ബശാശത്തുൽ ഖുലൂബ്, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലെ ആസ്വാദനങ്ങളുമായി ഈമാൻ കൂടിൽ കലർന്നാൽ ആരും തിരിച്ചു പോകില്ല എന്ന്. നമുക്കൊരു പാഠമാണത്. എന്ത്? നമ്മുടെ ആദർശം നമ്മുടെ ഹൃദയത്തിൻ്റെ ആസ്വാദനങ്ങളുമായി അലിഞ്ഞു ചേർന്നിട്ടുണ്ടെങ്കിൽ ഒന്നിൻ്റെ പേര് നമ്മൾ എന്ത് ചെയ്യില്ല, പിണങ്ങിപ്പോവില്ല. എന്നെ പരിഗണിച്ചില്ല, മീറ്റിങ്ങിന് വിളിച്ചില്ല, ചോദിച്ചില്ല, പല നിസ്സാരമായ കാരണങ്ങളും പറഞ്ഞ് ആദർശ രംഗത്തുനിന്ന് മാറി നിൽക്കാൻ നമ്മൾ കാരണങ്ങൾ കണ്ടെത്തും. എന്തിൻ്റെ കുറവാണെന്നറിയുമോ? ഇത് നമ്മുടെ ഹൃദയവുമായി അലിഞ്ഞു ചേർന്നിട്ടില്ല എന്നാണ്. അത് ഈമാൻ്റെ പ്രത്യേകത. ഹൃദയവുമായി അലിഞ്ഞു ചേർന്നാൽ ഒരാളും തിരിച്ച് പോകില്ല. അതാണ് മൂസാ നബിയുടെ വിശ്വാസികൾ പറഞ്ഞത്, ഞങ്ങൾ എന്ത് തീരുമാനമെടുത്തോ നീ തീരുമാനിച്ചോ, പക്ഷേ ഞങ്ങൾ ഇനി പിന്നോട്ടില്ല. അതാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ. അതാണ് ഈമാൻ. നോക്കൂ, അങ്ങനെ ഈമാനുള്ള ആളുകളെയാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം രക്ഷപ്പെടുത്തിക്കൊണ്ട് ചെങ്കടലിൻ്റെ മുമ്പിൽ പോയി നിൽക്കുന്നത്. അവിടെ ഓടിയെത്തി മൂസാ നബിയുടെ അടുക്കൽ നേരെ കാണുന്ന ചെങ്കടൽ, ആർത്തിരച്ചു വരുന്ന ചെങ്കടൽ കണ്ടപ്പോൾ എല്ലാവരും പറഞ്ഞു ഇന്നാല മുദറക്കൂൻ, മൂസ സംഗതി കഴിഞ്ഞ് നമ്മൾ പിടിക്കപ്പെട്ടിരിക്കുന്നു. അതൊരു വലിയ സങ്കീർണമായ ഘട്ടമാണ്. പിന്നിലാണെങ്കിൽ സർവായുധ സജ്ജരായ ഫിർഔനും കൂട്ടരും, മുന്നിൽ ആർത്തിരമ്പി വരുന്ന തിരമാലുള്ള കടൽ, എന്തു ചെയ്യും എന്നാണ്. ഇത് നമുക്ക് ആവേശത്തോട് പറയാം. നമ്മുടെ മുമ്പിൽ അത്തരത്തിലുള്ള ഒരു പ്രതിസന്ധിയും ഇന്നുവരെയും കടന്നു വന്നിട്ടില്ല. നമ്മുടെ ഈമാൻ പരീക്ഷിക്കപ്പെടുന്ന, നമ്മുടെ ദീൻ പരീക്ഷിക്കപ്പെടുന്ന സങ്കീർണമായ ഒരു പ്രതിസന്ധിയിലൂടെ നമ്മൾ കടന്നു പോയിട്ടില്ല എന്നതുകൊണ്ടാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ വിശ്വാസികളുമായി ഓടിച്ചെന്ന് നിൽക്കുമ്പോൾ നമ്മൾ പിടിക്കപ്പെട്ടു എന്ന് പറഞ്ഞു പോയ സമൂഹത്തോട് മൂസാ നബി പറഞ്ഞത് കല്ല ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, അങ്ങനെയല്ല, നമ്മൾ പിടിക്കപ്പെട്ടില്ല, എൻ്റെ റബ്ബ് എൻ്റെ കൂടെയുണ്ട് എന്നാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇത് ഈമാനിൻ്റെ കരുത്താണ് നമുക്ക് പറയാൻ കഴിയുക. എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും നമുക്ക് പറയാൻ കഴിയണം ഞാൻ ഒറ്റക്കല്ല, ആരുണ്ട് എൻ്റെ കൂടെ? അള്ളാഹു ഉണ്ട്. ആര് പറഞ്ഞ മാതിരി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു ഞാൻ ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി, ഞാൻ എങ്ങോട്ട് പോകൂ എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരം, എൻ്റെ റബ്ബിലേക്കാണ് ഞാൻ പോകുന്നത് എന്നാണ്. നമുക്കങ്ങനെ പറയാൻ കഴിയുമോ എവിടെയെങ്കിലും? നമ്മൾ മുഴുവൻ ആശ്രയമായി കണ്ടെത്തുന്നത് മുഴുവൻ ഭൗതിക സംവിധാനങ്ങളെയാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്തു ചെയ്യുമെന്ന് പകച്ചു നിൽക്കുകയല്ല, മൂസാ നബിയുടെ ഈമാൻ ആണ് പ്രഖ്യാപിച്ചത്. അല്ലാഹ് എന്താ ചെയ്തത്? മൂസാ നബിയോട് പറഞ്ഞു ആ വടിയെ ആ കടലിൽ അടിക്കാൻ പറഞ്ഞു. ആ വടിക്ക് അങ്ങനെ കഴിവുണ്ടെന്ന് മൂസാ നബിക്ക് അറിയില്ലല്ലോ. മൂസാ നബി കടലിൽ അടിക്കുന്നു, ആ കടൽ രണ്ടായി പിളരുന്നു.
കാന കുല്ലു ഫിർക്കിൻ ക തൗദിൻ അലീം, 2 വലിയ പർവ്വതങ്ങൾ പോലെ കടൽ പിളർന്നു മാറി. അതിലൂടെയാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അനുയായികൾ രക്ഷപ്പെട്ട് മറുകരയിൽ എത്തുന്നത്. അവർ മറുകരയിൽ എത്തിയപ്പോഴേക്കും കടൽ വീണ്ടും പഴയ പോലെ അവസ്ഥയിലേക്കായി മാറി. അത് നമുക്കൊരു വലിയ സന്ദേശമുണ്ട്. എത്ര വലിയ പ്രതിസന്ധികളുടെ തിരമാലകൾ നമ്മുടെ മുമ്പിൽ ആർത്തലച്ചു വന്നാലും ശരി, അതിനൊക്കെ ഈമാനിൻ്റെ കരുത്തുകൊണ്ട് നമുക്ക് മറികടക്കാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പരീക്ഷണങ്ങളും ഉണ്ടോ ഇല്ലയോ എന്നതല്ല വിഷയം. അത് ശരിക്കും മനസ്സിലാക്കിക്കോട്ടോ. പരീക്ഷണങ്ങളും ദുരിതങ്ങളും പ്രതിസന്ധികളും ഉണ്ടോ എന്നതല്ല വിഷയം. ഈ പരീക്ഷണങ്ങളെയും പ്രതിസന്ധികളെയും നമ്മൾ എങ്ങനെ സമീപിക്കുന്നു എന്നതാണ് വിഷയം. നമ്മുടെ സമീപനമാണ് നമുക്കിത് ഖൈറും ഷെറുമായിട്ട് വരിക എന്നുള്ളതാണ്. നോക്കൂ, അത് ഏത് ഘട്ടത്തിനും ശരി, നമ്മൾ അങ്ങനെ കുടുങ്ങിയെന്ന് കാണുമ്പോഴേക്കും അല്ലാഹു സുബ്ഹാനഹു തആല അത്ഭുതകരമായി നമ്മുടെ മുമ്പിൽ ഇടപെട്ട് നമുക്കൊരു വഴി തെളിയിച്ചു തരും. അങ്ങനെ വഴി തെളിയിച്ചു തരുമെന്ന് പറയാനുള്ള ഈമാനികമായ കരുത്താണ് നമുക്ക് വേണ്ടത്. അതല്ലത് ആകെ നിരാശപ്പെട്ട് ഇനി എന്തു ചെയ്യുമെന്ന് 4 പേരോട് സങ്കടം പറഞ്ഞുകൊണ്ട് നടക്കാനല്ല നമ്മോട് പറഞ്ഞത്. ഞാൻ പെടൂല, കാരണം എനിക്ക് എൻ്റെ കൂടെ റബ്ബുണ്ട് എന്ന. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വളർത്തിയെടുത്തൊരു സമൂഹമാണ്. പിന്നെ അതിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. അപ്പുറം മറുകരയിൽ ചെന്ന് സുഭിക്ഷമായ ഒരു സമൂഹമാണ്. മന്നു സെൽവയും ഇറക്കിക്കൊടുത്ത്, കാർമേഘങ്ങൾ കൊണ്ട് തണലിട്ട് കൊടുത്ത് അള്ളാഹു ലാളിച്ച് പോറ്റി വളർത്തിയ ഒരു ജനത. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൗറാത്ത് വാങ്ങാൻ 40 ദിവസം മാറി നിന്നു. പകരം പകരക്കാരനായി, മേൽനോട്ടക്കാരനായി ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ ഉണ്ട്. പക്ഷേ ഏത് ശിർക്കിൽ നിന്നാണോ രക്ഷപ്പെടുത്തി ഏറ്റവും പ്യുവറായ തൗഹീദ്, ആ തൗഹീദ് ഉറച്ചതാണോ എന്ന് പരീക്ഷിക്കപ്പെട്ട് ക്ലിയർ ചെയ്തതാണ് ഫിർഔന്റെ മുമ്പിൽ. അങ്ങനത്തെ തൗഹീദ് എന്ന് പറഞ്ഞാൽ 100 പവൻ മാറ്റ മുവഹീദുകളാണ് ഈ മറുകരയിലുള്ളത്, തീഹ് മരുഭൂമിയിൽ. അവരാണ് 40 ദിവസം മൂസാ നബിയുടെ അഭാവത്തിൽ ഏതൊരു വലിയ ഷിർക്കിൽ നിന്നാണോ രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന അതിനേക്കാൾ ഗുരുതരമായ ഷിർക്കിലേക്ക് സമൂഹം പശുക്കുട്ടിയെ ആരാധിച്ചുകൊണ്ട് പോയി. നോക്കൂ, ആ പ്രവാചകന്റെ അഭാവത്തിൽ, അസാന്നിധ്യത്തിൽ, മറ്റൊരു പ്രവാചകന്റെ സാന്നിധ്യം ഉള്ള സമയത്ത് പോലും ഒരു ജനത വഴിതെറ്റിപ്പോയെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ജീവിക്കുന്ന സമൂഹം ഷിർക്കിലേക്കും വഴികേടിലേക്കും പോകാൻ ഏറെ സാധ്യത ഉണ്ട് എന്ന ഖുർആൻ ഫത്വാല അലൈഹിമുൽ അമദ്. കാലഘട്ടം ദീർഘിച്ചു പോയി കഴിഞ്ഞാൽ ആളുകൾ വിശ്വാസപരമായ വൈകല്യങ്ങൾ സംഭവിക്കുമെന്നതിന് ഏറ്റവും വലിയ അടയാളമാണ്. നമുക്ക് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പിന്നീട് തിരിച്ചു വരുന്ന രംഗവും പിന്നീട് നടത്തുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് ചരിത്ര ഖുർആനിലൂടെ കാണാം. പിന്നെ കാണുന്നത് നമ്മുടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകത്വത്തിന് പോയി വരുമ്പോൾ രംഗം ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. അവിടെ പോയി ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ 2 പെൺകുട്ടികളുടെ ആടുകൾക്ക് വെള്ളം കൊടുക്കുന്ന രംഗം പറയുന്നുണ്ട്. അങ്ങനെ ആ പെൺകുട്ടികൾക്ക് വെള്ളം കൊടുത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, മൂസാ നബി മുന്നിൽ നടന്നു, പെൺകുട്ടികൾ 2 പേരും പിന്നിൽ. അതാണ് ഒരു മര്യാദ. ആ യാത്ര ചുരുങ്ങിയ ദൂരം യാത്ര ചെയ്തപ്പോഴേക്കും ഇയാൾ വിശ്വസ്തനാണ്, ആൾ കൊള്ളാവുന്നവനാണ് എന്ന് ആർക്ക് മനസ്സിലായി? ഈ പെൺകുട്ടിക്ക് മനസ്സിലായി. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാരെ കൃത്യമേൽ അളക്കാൻ കഴിവുള്ളവരാണ് സ്ത്രീകൾ. ഒരു സംസാരത്തിൻ്റെ ഒരു വാക്കുമതി അയാളുടെ ശൈലി ഏതാണെന്ന് തിരിച്ചറിയാൻ അതീവ കഴിവ് സ്ത്രീകൾക്കുണ്ട്. നമ്മുടെ ശൈലി, പദപ്രയോഗങ്ങൾ ഒക്കെ പെട്ടെന്ന് തിരിച്ചറിയും. അങ്ങനെ നമ്മളെ വിലയിരുത്തും, നമ്മൾ പേഴ്സണാലിറ്റി, വ്യക്തിത്വം ഉള്ളവനാണോ അല്ലയോ എന്ന്. ആ ഒരൊറ്റ യാത്രയിൽ പോലും ഒരാളെ, ഒരു പുരുഷൻ്റെ വ്യക്തിത്വത്തെ തിരിച്ചറിയാൻ കഴിയുമാത്ര വിശ്വസ്തനായിരുന്നു ആര്? മൂസാ. ഒരു യാത്രയിൽ ഒരു അസ്വാഭാവികതയും അവർക്ക് അനുഭവപ്പെട്ടില്ല. അങ്ങനെയാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആര് സ്വീകരിക്കുന്നത്? മരുമകനായി. അവിടുന്ന് അങ്ങോട്ടാണ്, ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് മുഴുവൻ നന്മയും ലഭിക്കുന്നത്. വീട് ലഭിക്കുന്നു, ജോലി ലഭിക്കുന്നു, ഭാര്യയെ കിട്ടുന്നു, ആഹാരം കിട്ടുന്നു, സൗകര്യം കിട്ടുന്നു. പിന്നീട് മുഴുവൻ അനുഗ്രഹങ്ങളുടെ
കൂമ്പാരങ്ങളായി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കിട്ടിയത് മുഴുവൻ ആ ഒരൊറ്റ പ്രാർത്ഥനയുടെ ഫലമായിരുന്നു എന്ന. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെയും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയ പ്രാർത്ഥന നിരന്തരം റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈറിൻ ഫഖീർ എന്ന പ്രാർത്ഥന നമ്മൾ അള്ളാഹുവിനോട് ആവശ്യക്കാരനായി ചോദിക്കണമെന്നുള്ളതാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം പറയുന്നതിനിടയ്ക്ക് നമ്മൾ ഒരു നിലക്ക് പോലും വിസ്മരിച്ചു പോകാൻ പാടില്ലാത്ത ഒരു ചരിത്രമുണ്ട്. ഫിർഔനിൻ്റെ ഭാര്യയായ ആസിയ റളിയല്ലാഹു അൻഹ. ആലോചിച്ച് നോക്കൂ, ഒരു ഭർത്താവിൻ്റെ കീഴിൽ എത്ര കൊടിയമായ ക്രൂരമായ പീഡനങ്ങൾ സഹിച്ച ഒരു സ്ത്രീയാണ് ആസിയ റളിയല്ലാഹു അൻഹ. അത് സ്ത്രീകൾക്ക് വലിയൊരു പാഠമാണ്. എത്ര ക്രൂരനായാലും ഫിർഔൻ അവരുടെ ഭർത്താവാണ്. അവസാനം അവരുടെ പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. അവർ ഫിർഔനിൻ്റെ വിഷയത്തിൽ എന്താണ് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത്? എന്താ പ്രാർത്ഥിച്ചത്? വനജ്ജിനി മിൻ ഫിർഔന വ അമലിഹി, പടച്ചവനെ എന്നെ നീ ഫിർഔൻ്റെ ഉപദ്രവത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണമെന്നാണ്. ഫിർഔനെതിരെ പ്രാർത്ഥിച്ചില്ലെന്നർത്ഥം. തൻ്റെ ഭർത്താവ് ക്രൂരനായ ഭരണാധികാരിയായിട്ട് പോലും ആ ഭർത്താവിനെതിരെ പ്രാർത്ഥിക്കരുത് എന്നുള്ളത് ഒരു ഭാര്യയുടെ മര്യാദയാണ്. അതുകൊണ്ടാണ് അവർ പഠിച്ചവൻ എന്നെ രക്ഷപ്പെടുത്തിയാൽ മതി. ഭർത്താവിൻ്റെ വിഷയത്തിൽ അവർക്ക് ഒരു ശാപ പ്രാർത്ഥനയുടെ വാക്കുകൾ പോലും ആര് പറഞ്ഞില്ല? ആസിയ റളിയല്ലാഹു അൻഹ. അതുകൊണ്ടാണ് അവരാണ് ഉത്തമയായ സ്ത്രീ എന്ന വിശുദ്ധ ഖുർആൻ സൂറത്തിലൂടെ എടുത്തു പറഞ്ഞതിനർത്ഥം. അത് സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടതാണ്. നിസ്സാരമായ വിഷയങ്ങൾക്ക് പേരിൽ ഭർത്താവിനെ കുറ്റപ്പെടുത്തുക, എന്തു വന്നാലും ശരി ഭർത്താവ് തന്നെയാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം ഇങ്ങനെ തഫ്സീറുകൾ പറഞ്ഞു വരുമ്പോൾ സൂറത്തുൽ കഹ്ഫിലും നമുക്ക് കാണാം. വളരെ രസകരമായി നമുക്ക് തോന്നുന്ന ചില രംഗങ്ങളൊക്കെയുണ്ട്. അവിടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന പ്രബോധകൻ സ്വീകരിച്ച ഒരുപാട് ശൈലിയുണ്ട്. നമ്മൾ അത് വളരെ മനസ്സിലാക്കേണ്ട സംഗതിയാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ യാത്രയിലൊക്കെയും ഖിളർ നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായുള്ള സംസാരത്തിലൊക്കെയും മൂസാ നബി പാലിച്ച ഒരു മര്യാദ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വലിയ ഒരു മര്യാദയായി സ്വീകരിക്കേണ്ട ഒരുപാട് പാഠങ്ങളുണ്ട്. സൂറത്തുൽ കഹ്ഫ് വിശദീകരിക്കുകയാണെങ്കിൽ നമുക്ക് വേറെ ഒരുപാട് വിശദീകരിക്കാം. ഞാൻ അങ്ങോട്ട് പോകാതെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. ഞാനിത് പറഞ്ഞത് വെച്ചാൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും വിശ്വാസികളെയും അള്ളാഹു രക്ഷപ്പെടുത്തിയ ഒരു ദിവസമായി കണ്ടതുകൊണ്ടാണ് ജൂതന്മാരായ ആളുകൾ നന്ദി സൂചകമായിട്ട് അതിനെ ഉപയോഗപ്പെടുത്തുന്നത്. പക്ഷെ നിങ്ങൾ ആലോചിച്ചു, ലോകത്ത് അള്ളാഹുവിൻ്റെ ദൈവീകമായ അനുഗ്രഹങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഡയറക്റ്റ് അനുഭവിച്ചവരാണ് മൂസാ നബിയുടെ ജനത. അത്രയും അനുഗ്രഹം ലോകത്ത് വേറൊരു ജനതക്കും കിട്ടിയിട്ടില്ല. ഒക്കെ നേർക്ക് നേരെ എല്ലാ ദൈവീകമായ അനുഗ്രഹങ്ങൾ നേർക്ക് നേരെ കിട്ടിയ അനുഭവിച്ച ഒരു സമൂഹമാണ് ബനൂ ഇസ്രായേലർ. അതുകൊണ്ടാണ് അവർ പലപ്പോഴായി പലതരത്തിലുള്ള വൈകല്യങ്ങൾ വന്നപ്പോൾ അള്ളാഹു പറഞ്ഞു, നിങ്ങൾ ഇനിയും വഴി തെറ്റി മാറി ജീവിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ലോകത്ത് ഒരാളെയും ശിക്ഷിക്കാത്ത രൂപത്തിൽ ഞാൻ നിങ്ങളെ ശിക്ഷിക്കും എന്ന താക്കീത് ബനൂ ഇസ്രായേലിയർക്ക് കൊടുത്തതെന്നർത്ഥം. ആ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വളർത്തിയെടുത്ത ഒരു സമൂഹമാണ് ബനൂ ഇസ്രായേൽ സമൂഹമായി നിലകൊള്ളുന്നത്. ഇന്ന് നമുക്കറിയാം, ഇന്ന് ഈ മുഹറം മാസത്തെ, അതുകൂടി നമുക്ക് പറയേണ്ടതല്ലോ, മുഹറം മാസത്തെ ഷെഹറുള്ള അള്ളാഹുവിൻ്റെ മാസം എന്ന് പറഞ്ഞ, അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞ ഒരു മാസം എങ്ങനെയാണ് ദുശകുനത്തിൻ്റെ നെഹസിൻ്റെ മാസമായി മാറിയത്? എങ്ങനെയാണ് മാറിയത്? ആരാണ് മാറ്റിയത്? പല കലണ്ടറിൽ ഈ ഒരിക്കൽ ആരോ എന്നോട് ഒരു കലണ്ടർ എനിക്ക് ഓർമ്മയുണ്ട്, ഈ ദുൽഹജ്ജ് 10 നെഹസായിട്ട് രേഖപ്പെടുത്തിയത് പണ്ടൊരാൾ എന്നെ അയച്ചെന്ന് എനിക്ക് ഓർമ്മ ഉണ്ടായി. ഇതാരാണ് അങ്ങനെ പഠിപ്പിക്കപ്പെട്ടത്? അവിടെയാണ് നമ്മൾ മുസ്ലിം സമൂഹത്തിന് ഉള്ളിൽ കയറി ഈ വലിയ അപകടം വരുത്തി വെച്ച ജൂതൻ്റെ സൃഷ്ടികളും നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇന്ന് മുഹറം മാസത്തെ ഏറ്റവും കൂടുതൽ വൈകാരികമായി ഉപയോഗിക്കുന്ന 2 ജനത, ഒന്ന് ജൂതന്മാരാണ്, മറ്റൊന്ന് ഷിയാക്കളാണ്. അവരാണ് മുഹറം മാസത്തെ ഉപയോഗപ്പെടുത്തുന്നത്. ഒന്ന് ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം
മൂസാ നബിയുമായുള്ള വിശ്വാസത്തിൻ്റെ പേരിൽ അവർ വേറൊരു തരത്തിൽ. അതുപോലെ ജൂത പ്രൊഡക്റ്റായ ഷിയാക്കൾ ഉപയോഗിക്കുന്നതോ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ കൊല ചെയ്യപ്പെട്ടു എന്നതിൻ്റെ പേരിൽ അതൊരു മുഹറം 10 എന്നതിൻ്റെ പേരിൽ, അതിൻ്റെ പേരിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ അനാചാരങ്ങൾ ലോകത്ത് ഷിയ വിഭാഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തെ ചതിയന്മാരായ ഒരു വിഭാഗം. നമുക്കറിയാം അലി റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹുവിനെ വിവാഹം കഴിച്ച സഹാബിയാൻ. നബി ഏറെ പ്രിയപ്പെട്ടവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 പെൺമക്കളെ വിവാഹം കഴിച്ചതാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഒരു മകളെ വിവാഹം കഴിച്ച അലി റളിയല്ലാഹു അൻഹുവിനെ ഉയർത്തിക്കൊണ്ടുവരികയും 2 പെൺമക്കളെ വിവാഹം കഴിച്ച ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ താഴ്ത്തി കിട്ടുകയും ചെയ്യുക എന്ന ഒരു നടപടി മുസ്ലിം സമൂഹത്തിലേക്ക് ആരാണ് റിക്രൂട്ട് ചെയ്തത്? അവിടെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്. എനിക്ക് മറ്റൊരു മകൾ ഉണ്ടായിരുന്നെങ്കിൽ അത് ഉസ്മാനെ ഞാൻ വിവാഹം ചെയ്തു കൊടുക്കുമെന്ന് നബി പറഞ്ഞു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്. ആ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വീട്ടുതടങ്കലിൽ വെള്ളം പോലും കൊടുക്കാതെ ഖുർആൻ ഓതിക്കൊണ്ടിരുന്ന സാത്വികനായ ഉസ്മാൻ്റെ ലജ്ജയിൽ മലക്കുകൾ പോലും ലജ്ജിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ അത്രയും നല്ല മനുഷ്യൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചപ്പോൾ അവർ കൊടുത്തില്ല. അവസാനം പറഞ്ഞു, ഞാനല്ലേ റൂമാ കിണർ വാങ്ങിത്തന്നത് എന്നാണ്. മുസ്ലിങ്ങൾ വെള്ളമില്ലാതെ കഷ്ടപ്പെട്ടപ്പോൾ സ്വന്തം പൈസ കൊടുത്ത് റൂമാ കിണർ വാങ്ങിക്കൊടുത്ത പ്രവാചകൻ്റെ സഹാബിയെ വീട്ടിൽ കയറി കൊലപ്പെടുത്താൻ പ്രേരിപ്പിച്ച ആളുകൾ ചെയ്തതും ഈ ജൂത പ്രൊഡക്റ്റായ ഷിയാക്കളാണ്. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിൽ ഉയർത്തിക്കൊണ്ടുവന്ന് അബ്ദുല്ലാഹി ഇബ്നു സബൂ തുടക്കം കുറിച്ച ആ ശൈലി ലോകത്ത് കടന്നു വന്നു. ഈ 2 കൂട്ടർക്കും അറപ്പ് തീർന്നവരാണ്. ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്മാരെ കൊന്ന് കൊല്ല ചെയ്യുന്നതിൽ അറപ്പ് തീർന്നവരാണ്. മനസ്സ് മരവിച്ചു പോയ ആളുകളെ. നബിമാരെ കൊല്ലാനുള്ള മനസ്സുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ കൊല്ലുന്നതിനർത്ഥം ബാക്കിയുള്ളവരെ കൊല്ലാൻ അവർക്ക് മടിയുണ്ടാവില്ല. അതൊരു വിഭാഗം. 2 പ്രവാചകനെ തങ്കപ്പെട്ട മനസ്സിൻ്റെ ഉടമകളായ സഹാബത്തിനെ കൊല്ലാൻ മനസ്സ് കാണിച്ച, അങ്ങനെ മനസ്സ് മരവിച്ചു പോയ ഷിയാക്കൾ മറ്റൊരു വിഭാഗത്തിലും. ഈ 2 കൂട്ടരുമാണ് ലോകത്ത് മുസ്ലിം വിരുദ്ധ ചേരിയിൽ നിലകൊണ്ടുകൊണ്ട് മുസ്ലിം സമൂഹത്തിനെതിരായി നിൽക്കുന്നത്. ആളുകളെ സംബന്ധിച്ചിടത്തോളം വൈകാരിക പ്രകടനങ്ങൾക്ക് മാത്രമാണ് താല്പര്യം. അതിനപ്പുറത്തേക്ക് ഇത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ വലിയ അപകടത്തിലേക്ക് നമ്മൾ ചെന്നുപെടുമെന്ന് നമ്മൾ തിരിച്ചറിയണം. ഷിയാക്കളും ഷിയായിസവും അവരോമനിക്കുന്ന രാജ്യമൊക്കെയും ഒരിക്കലും മുസ്ലിം പക്ഷത്ത് നിന്നിട്ടില്ല എന്ന ചരിത്രം പഠിച്ചുകൊണ്ട് തിരിച്ചറിയേണ്ടതാണ്. ജൂതനും ഇസ്രായേലിനും കിട്ടുന്നതൊക്കെ കിട്ടട്ടെ എന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നു. കാരണം ഏത് തിരിച്ചടിയും ഒരു വിശ്വാസിയുടെ മനസ്സിൽ സന്തോഷം പകരുന്നതാണ്. പക്ഷെ അതിൻ്റെ കൂടെ ഈ പറഞ്ഞ ഇസ്ലാം വിരുദ്ധ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കൽ അപകടമാണ്. നിങ്ങളറിയോ, ഒരിക്കലും നമ്മുടെ കേരളത്തിലേക്ക് പോലും തന്ത്രപരമായി ഇത് പ്രൊമോട്ട് ചെയ്യുകയാണ്. നമ്മൾ മനസ്സിലാക്കാത്ത ഇന്ന് ഞാൻ കണ്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം. നിങ്ങൾക്ക് ആളെ അറിയുന്നതാണ്. പോസ്റ്റ് അയാൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: മുഹറം വന്നു, വിലാപത്തിൻ്റെ മാസം. യാ ഹുസൈൻ, ഞങ്ങൾ അങ്ങയുടെ വിളികൾ കേൾക്കുന്നു. അങ്ങയുടെയും അബ്ബാസിൻ്റെയും കുഞ്ഞുമക്കളുടെ രക്തം കാണുന്നു. ഇല്ല ഇമാം, ഇല്ല, ഞങ്ങൾ ഒന്നും മറക്കില്ല. ഓരോ തുള്ളി വെള്ളം ഇറക്കുമ്പോഴും ഞങ്ങൾ കർബലയെ ഓർക്കും. ലബ്ബൈക യാ ഹുസൈൻ. ഇതൊരു മുസ്ലിം പറയാൻ പറ്റുമോ? ഇത് പറഞ്ഞ ആൾ കേരളത്തിൽ അറിയപ്പെട്ട മുസ്ലിം ചാനലിലെ ഒരു അറിയപ്പെട്ട ഒരു അവതാരകനായിരുന്നു എന്ന് നമ്മൾ അറിയുമ്പോഴാണ് ഈ അപകടം നമ്മൾ തിരിച്ചറിയേണ്ടത്. ആ ചാനൽ ഷിയായിസം പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ ചാനലിലൂടെ ഷിയായിസം പ്രൊമോട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. ഇതൊരു മുസ്ലിമിന് പറയാൻ പറ്റുമോ? ഇത് പറഞ്ഞ ആളെ നമ്മൾ ഏത് ഗണത്തിലെപ്പെടുത്താം? ഇത് എങ്ങനെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും?
അത്രയും അപകടകരമാണ് നമ്മളിത് സംഭവം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ. ഈ അതിവൈകാരികതയുടെ പേരിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഫലസ്തീൻ എന്ന രാജ്യത്തിന് രക്ഷകരായി ഇവർ സ്വയം ചമയാൻ ഒരു കാരണമുണ്ട്. എന്താണെന്നറിയുമോ? അറബ് രാജ്യങ്ങളൊന്നും ഫലസ്തീനിന് വേണ്ടി ശബ്ദിക്കുന്നില്ലെന്ന് ലോകത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ഇടയിൽ ഇവർ കയറി ഗോളടിച്ച് നേടണം എന്നതാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം. സാമ്പത്തികമായി മുഴുവൻ സഹായിക്കുന്ന അറബ് രാഷ്ട്രങ്ങളെ മുഴുവൻ പരിഹസിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്ന ഇപ്പോഴും കേരളത്തിൽ നടക്കുകയാണ്. കേരളത്തിൽ നിന്ന് പോലും ആളുകൾ ഈ പറയുന്ന ഷിയാ രാഷ്ട്രത്തിൻ്റെ ഉന്നത സ്ഥലങ്ങളിൽ പോയി പ്രസംഗിച്ചു വന്നു എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. ഇവിടെ അവരുടെ സെൻറ്റർ ഉണ്ടാക്കാൻ വേണ്ടി കേരളത്തിൽ അറിയപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർ നിന്നുകൊടുത്തു എന്ന് നമ്മൾ അറിയുകയാണ്. അവിടെയാണ് ഈ അപകടം മുസ്ലിം സമൂഹത്തിലേക്ക് കയറുന്നത്. ഞാൻ സാധാരണ പറയാറുണ്ട്, ഒരു ട്രെയിൻ വളയ്ക്കുന്നത് പെട്ടെന്ന് അറിയാൻ പറ്റില്ല. അത് മോളിൽ കയറി നോക്കിയാൽ അറിയാൻ പറ്റും മൊത്തത്തിലൊരു വളവുണ്ടെന്ന്, ഉള്ളിലിരുന്നാൽ അറിയില്ല എന്ന്. അതിനേക്കാൾ സങ്കീർണമായിട്ടായിരിക്കും മുസ്ലിം സമൂഹത്തെ ഷിയായിസം വളച്ചു കൊണ്ടുപോവുക എന്നുള്ളതാണ്. അങ്ങനെ പെട്ടാൽ ആരോ പറഞ്ഞ ഇടിയപ്പത്തിൻ്റെ കുരുക്കഴിക്കാൻ കഴിയാത്തതുപോലെ സങ്കീർണമായ അപകടത്തിലേക്കായിരിക്കും മുസ്ലിം സമൂഹം ചെന്നുപെടുക എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതാണ്. അതുകൊണ്ട് വൈകാരികതും ആവേശങ്ങളൊക്കെ ഒരു വശത്ത് നമ്മൾ സൂക്ഷ്മമായി കൈകാര്യം ചെയ്തില്ലെങ്കിൽ ദൈവികമായ സഹായത്തിന് നമ്മൾ അകന്നു പോകും എന്ന തിരിച്ചറിവ് നമുക്ക് ആ വിഷയത്തിൽ ഉണ്ടാകേണ്ടതാണ്. കാര്യങ്ങൾ നമ്മൾ പഠിച്ച് പറയാൻ ശ്രമിക്കാം. അറിയില്ലാത്ത കാര്യത്തെക്കുറിച്ച് നമ്മൾ കേവലമായി കേട്ടുകേഴ്വിയുടെ അടിസ്ഥാനത്തിൽ അഭിപ്രായങ്ങൾ പറയാതിരിക്കുക, അപകടത്തിലേക്ക് ചെന്നുപെടാതിരിക്കുക എന്നത് സാന്ദർഭികമായി ഉണർത്തിയെന്നുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ സദസ്സ് അനുഗ്രഹിക്കുമാറാകട്ടെ. കേട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പുലർത്തി അതിനോട് നീതി പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചരിത്രത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ആ പാഠം നമ്മുടെ ജീവിതത്തിന് വെളിച്ചം പകർന്ന രൂപത്തിൽ നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബി റഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി വസല്ലം. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.